الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرًا ونذيرًا وداعيًا إلى الله بإذنه وسراجًا منيرًا أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. وقال النبي صلى الله عليه وسلم إنكم على بينة من ربكم ما لم تظهر فيكم سكرتان سكرة الجهل وسكرة حب العيش فأنتم تأمرون بالمعروف وتنهون عن المنكر فإذا ظهر فيكم حب الدنيا فلا تأمرون بالمعروف ولا تنهون عن المنكر فالقائلون يومئذ بالكتاب والسنة السابقين الأولين من المهاجرين والأنصار وكما قال عليه الصلاة والسلام. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടലിനെ കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ അതിൻ്റെ ഉത്തരവാദിത്വം അല്ലാഹു തആല ആഗ്രഹിക്കുന്ന നിലയിൽ പൂർത്തീകരിച്ചുകൊണ്ട് അവൻ തൃപ്തിപ്പെടുന്ന അടിമയായി അല്ലാഹുവിലേക്ക് മടങ്ങുവാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഗ്ലാസിൻ്റെ പുറത്തിരിക്കുന്ന കൂട്ടുകാരെല്ലാം നേടിയിട്ട് അകത്തേക്ക് വിളിച്ചു. ശബ്ദം കേൾക്കുന്നില്ല, അങ്ങോട്ട് പുറത്തേക്ക് ശബ്ദം കേൾക്കുന്നില്ലേ? ഒന്ന് എണീറ്റില്ല, അകത്തേക്ക് പോയി. ഒന്ന് എണീറ്റ്, ബിസ്മില്ല, എണീറ്റോ. പുറത്തിരിക്കുന്നവരെല്ലാം അകത്തേക്ക് പോയി. ശബ്ദം അവിടെ കേൾക്കുന്നില്ലേ? അനങ്ങുന്നില്ലല്ലോ. എണീറ്റ് പോരെ, ബിസ്മില്ല, എണീറ്റ് പോരെ, മുമ്പിലേക്ക് പോരെ. ഒന്നോ രണ്ടോ പേരെ പുറത്തുനിന്ന് ചെറിയ ഗസ്റ്റ് ചെയ്തല്ലേ കൂട്ടി പിടിച്ചു. വലിയ ത്യാഗത്തിൽ വന്നതാണ്. രാത്രിയെല്ലാം യാത്ര ചെയ്ത് ദൂര സ്ഥലങ്ങളിൽ ത്യാഗത്തിൻ്റെ അളവിലാണ് പ്രതിഫലം. ഇന്നമാ അജ്റുക്കി അലാ ഖദ്രി നസ്രിക്കി. ആയിഷ റളിയല്ലാഹു തആല നബി തങ്ങൾ പറഞ്ഞാണ്, ആയിഷ, നിന്റെ ഹജ്ജിൻ്റെ പ്രതിഫലം ഹജ്ജിൽ നീ അനുഭവിക്കുന്ന ത്യാഗത്തിൻ്റെ അളവിലാണ്. സഹാബാക്കൾ പറയുമായിരുന്നു, ഇന്നാ വജദ്നാ ഖൈറൽ ഖൈരി ബിൽ കുർഹ്. ഞങ്ങൾക്കെല്ലാ ഖൈറുകളും ലഭിച്ചത് നഫ്സിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണ്, ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ്. ശരീരത്തെ ബുദ്ധിമുട്ടിക്കുന്നത് അത് ഉയർച്ചയ്ക്ക് വേണ്ടിയാണ്. ശരീരത്തിന് സുഖങ്ങൾ നൽകുന്നത് അത് നമ്മുടെ താഴ്ചയും നഷ്ടത്തിനും കാരണമായി. ഇതിൻ്റെ പരിശ്രമത്തിൽ ഞാൻ ത്യാഗത്തിൻ്റെ തീച്ചൂളയിലേക്ക് ചുവടെടുത്ത് വെച്ചവരാണ്.
അള്ളാഹു നമ്മുടെ ത്യാഗങ്ങളെ കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെയും നിങ്ങളുടെ മേൽ ചെയ്ത അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ്. അവൻ നമ്മുടെ മേൽ ചെയ്ത വലിയ ഔദാര്യമാണ്. നുബൂവത്തിൻ്റെ പരിശ്രമവുമായി അള്ളാഹു നമ്മളെ ബന്ധിപ്പിച്ചു. നമുക്ക് നൽകിയ ബന്ധം, നമ്മുടെ നിസ്ബത്ത് നുബൂവത്തിൻ്റെ പരിശ്രമവുമായിട്ട്. അള്ളാഹു തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നുബൂവത്തിൻ്റെ പരിശ്രമം ആരുടെയും സ്വന്തം കഴിവുകൊണ്ട് ചെയ്യാൻ സാധിക്കുകയില്ല. അല്ലാഹു തആല തിരഞ്ഞെടുക്കുന്നതാണ്. ഇന്നല്ലാഹ അസ്തഫാ ആദമ വനൂഹൻ വആല ഇബ്രാഹീം വആല ഇമ്രാൻ അലൽ ആലമീൻ. വാചകന്മാരെ പറ്റി പറയുന്ന സ്ഥലത്ത് അല്ലാഹു തആല ഉപയോഗിച്ച പ്രയോഗമാണ് ഇന്നല്ലാഹ അസ്തഫാ. തീർച്ചയായും അല്ലാഹു തആല തിരഞ്ഞെടുത്തു. അത് സ്വന്തം കഴിവുകൊണ്ടല്ല അതിൻ്റെ പരിശ്രമം ചെയ്തു. അല്ലാഹു തആല തിരഞ്ഞെടുത്തതാണ്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറയുമായിരുന്നു, ആലമുൽ അർവാഹിൽ വെച്ച് അല്ലാഹു തആല മുഴുവൻ റൂഹുകളിൽ നിന്നും പ്രവാചകന്മാരുടെ റൂഹുകളെ അല്ലാഹു തആല തിരഞ്ഞെടുത്തു. നുബൂവത്തിൻ്റെ പരിശ്രമം ചെയ്യാനുള്ള റൂഹുകളെ അല്ലാഹു തിരഞ്ഞെടുത്തതാണ്. പിന്നെ അസ്ഹാബ് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ സഹാബാക്കളുടെ റൂഹുകളെ തിരഞ്ഞെടുത്തു. ഇതിൻ്റെ പരിശ്രമത്തിൽ നബിയുടെ കൂടെ സഹായികളാകേണ്ടവർ അവരും തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഈ ഉമ്മത്തിൽപ്പെട്ട നാം ഓരോരുത്തരെയും അതേപോലെ അല്ലാഹു തആല തിരഞ്ഞെടുത്തത്. നാം ഇതിൻ്റെ പരിശ്രമത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ചിന്തിച്ചു നോക്കി, നമ്മൾ ഓരോരുത്തരും പരിശ്രമം ബന്ധപ്പെട്ടത് എങ്ങനെയാണ്? നാം ആരും ഇഷ്ടപ്പെട്ടിരുന്നില്ല. നാം പലരും രക്ഷപ്പെടാൻ, ഒഴിഞ്ഞു മാറാൻ ആഗ്രഹിച്ചിരുന്നു. നമ്മുടെ മുന്നിൽ ഇതിൻ്റെ പരിശ്രമത്തിൽ ക്ഷണിക്കാൻ വേണ്ടി ആദ്യ സമയങ്ങൾ ആളുകൾ വരുമ്പോൾ നാം അധികവും ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചവരാണ്. പക്ഷെ അല്ലാഹു തആല നമ്മളെ വിട്ടില്ല. ഇന്ന് പരിശ്രമത്തിൽ അല്ലാഹ് ബന്ധപ്പെടുത്തി. മാത്രമല്ല അല്ലാഹു തആല ഇതിൻ്റെ പരിശ്രമത്തിൽ ബന്ധപ്പെടുത്തുക മാത്രമല്ല ചെയ്തത്, വീണ്ടും അല്ലാഹു തആല ഇപ്പോഴും ഇതിൻ്റെ പരിശ്രമം ചെയ്യാനുള്ള ഭാഗ്യം നൽകിയവരാണ്. എത്രയോ ആളുകളുണ്ട് നമ്മൾ ഇതിൻ്റെ പരിശ്രമം ബന്ധപ്പെട്ട സമയത്ത് നമ്മുടെ കൂടെ പരിശ്രമിച്ചിരുന്നവർ, നമുക്ക് മുമ്പ് പരിശ്രമിച്ചിരുന്നവർ, നമ്മൾ ഇതിൻ്റെ പരിശ്രമം ബന്ധപ്പെടാൻ കാരണമായവർ പലരും ഇന്ന് ഇതിൻ്റെ പരിശ്രമത്തിൽ ഇല്ല. നമ്മൾ അല്ലാഹു തആല ബന്ധപ്പെടുത്തുകയും ഇപ്പോഴും ഇതിൻ്റെ പരിശ്രമം ചെയ്യുന്നവരാക്കുകയും ചെയ്യും. എത്ര ശുക്ർ ചെയ്യണം അല്ലാഹ്. قال يا موسى إني اصطفيتك على الناس برسالاتي وبكلامي فخذ ما آتيتك وكن من الشاكرين. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു തആല പറഞ്ഞു, മൂസ, ഞാൻ തിരഞ്ഞെടുത്തു എൻ്റെ റിസാലത്തിന് വേണ്ടി, ഞാനുമായുള്ള സംസാരിക്കാനുള്ള അവസരം നൽകി. അത് അത് ഒന്നാമത്തെ എൻ്റെ കടമയാണ്. എനിക്ക് ലഭിച്ച കൽപ്പനകൾ, ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കുന്നു. വക്കും മിനശ്ശാകിരീൻ, അതുകൊണ്ട് ഏറ്റവും വലിയ നന്ദി കാണിക്കുകയും ചെയ്യും. നമ്മളെ മേൽ കടമയാണ്. അതുകൊണ്ട് ഈ പരിശ്രമം നമ്മൾ യോഗ്യരല്ല, എന്നിട്ട് അല്ലാഹു നമ്മുടെ കൈകൾ നൽകി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അങ്ങേറ്റം നമ്മൾ നന്ദിയുള്ളവരാകും. എൻ്റെ മഹാന്മാർ ഷാക്കിറാനെ മിസാജ്, നന്ദിയോടുകൂടി നമ്മൾ ഇതിൻ്റെ പരിശ്രമം ചെയ്യും. മുഴുവൻ പ്രവാചകന്മാരും നന്ദിയുള്ളവരായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഷാക്കിറൻ ലിഅൻഉമി ഇന്ന ഇബ്രാഹീമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫ വലം യകുൻ മിനൽ മുശ്രികീൻ ഷാക്കിറൻ ലിഅൻഉമി. അല്ലാഹു തആല ഇബ്രാഹിം നബിയെ പറ്റി പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗുണങ്ങൾ അത് എടുത്തു പറഞ്ഞു. അദ്ദേഹം അല്ലാഹു ചെയ്ത നിഅമത്തിന് അങ്ങേറ്റം നന്ദിയുള്ളൊരടിമയായിരുന്നു. നൂഹ് നബി അലൈഹിസ്സലാം ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകനാണ്. അല്ലാഹു തആല പറഞ്ഞു, ഇന്നഹു കാന അബ്ദൻ ശകൂറ. എൻ്റെ അടിമ നൂഹ്
അങ്ങേറ്റം നന്ദിയുള്ള അടിമയാണ്. ഇന്നഹു കാന അബ്ദൻ ശകൂറ. ഇപ്പം എത്രത്തോളം നിഅമത്ത് നമുക്ക് വലുത് ലഭിക്കുന്നു അത്രത്തോളം നമ്മൾ അള്ളാഹുവിന് മുന്നിൽ നന്ദിയുള്ളവരാണ്. മൗലാന ഉമർ പാലമ്പൂർ റഹ്മത്തുള്ളാഹി പറയും, ഇത് മുഅ്മിനിന്റെ അടയാളമാണ്, മുഅ്മിനിന്റെ ഖുസൂസിയത്താൻ പ്രത്യേകതയാണ്. അനുഗ്രഹങ്ങൾ കൂടുന്തോറും മുഅ്മിൻ നെൽക്കതിര് പോലെയാകും. അതിലെ ധാന്യങ്ങളുടെ എണ്ണം കൂടുന്തോറും അത് ഭൂമിയിലേക്ക് കുനിഞ്ഞു മുട്ടുന്നത് പോലെ മുഅ്മിൻ അനുഗ്രഹങ്ങൾ കൂടുന്തോറും നന്ദിയുള്ളവനാകും. ദാവൂദ് നബി അലൈഹിസ്സലാം അള്ളാഹു വലിയ നിഅമത്ത് കൊടുത്ത നബിയാണ്. ഖിലാഫത്ത് കൊടുത്തു, കുടുംബത്തിൽ നുബൂവത്ത് കൊടുത്തു, ധാരാളം സൗകര്യങ്ങൾ കൊടുത്തു. അല്ലാഹ് പറഞ്ഞു, ഇഅ്മലൂ ആല ദാവൂദ ശുക്രാ. ദാവൂദ് നബിയുടെ അല്ലാഹു കൽപ്പിച്ചു, ദാവൂദ് നബിയുടെ കുടുംബത്തോട് അല്ലാഹു കൽപ്പിച്ചു, അതുകൊണ്ട് ശുക്ർ ഉണ്ടാകണം, നന്ദി ഉണ്ടാകണം. മറ്റുള്ളവർക്ക് കൊടുക്കാത്ത ധാരാളം അനുഗ്രഹങ്ങൾ നൽകപ്പെട്ടവരാണ്. ഇഅ്മലൂ ആല ദാവൂദ ശുക്രാ. തഫ്സീറിൽ കാണാം, ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വീട്ടിൽ 24 മണിക്കൂറും അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന, അള്ളാഹുവിനെ ഓർക്കുന്ന സദസ്സ് കുടുംബക്കാരെ ഏർപ്പാട് ചെയ്തു. മുറിഞ്ഞു പോകാതെ രാത്രിയും പകലുമെല്ലാം അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന വീട്ടിൽ ഓരോരുത്തരും ഊഴമൂലമായി നിശ്ചയിച്ചു. നിഅമത്ത് കൂടുതൽ ലഭിച്ചു, ശുക്ർ കൂടുതൽ. അള്ളാഹു നമ്മുടെ മേൽ എത്ര വലിയ അനുഗ്രഹമാണ് ചെയ്തത്. നാം പലരും പരിശ്രമത്തിൽ രക്ഷപ്പെടാൻ ആഗ്രഹിച്ചവരാണ്, പക്ഷെ അത് നമ്മൾ വിട്ടില്ല. അള്ളാഹു ദീന്റെ പരിശ്രമത്തിൽ അള്ള കൊടുക്കി. ഇപ്പോഴും ദീന്റെ പരിശ്രമം ചെയ്യാനുള്ള ഭാഗ്യമൊന്നുമില്ല. എത്രയോ ആളുകൾ പരിശ്രമം ചെയ്തവരായിരുന്നു, പക്ഷെ ഇപ്പോൾ പരിശ്രമത്തിൽ ഒരു നിഅമത്ത് ലഭിക്കുക എന്നതിനേക്കാൾ വലുത് അത് നിത്യമായി ലഭിക്കുക എന്നുള്ളതാണ്. ഏത് സ്ഥാനത്ത് എത്തി എന്നുള്ളതല്ല, ഇപ്പോൾ നമ്മൾ എവിടെയും. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹി എഴുതുന്നൊരു കാത്തിബ വഹി ഒരു വ്യക്തിയെക്കുറിച്ച് എഴുതുന്നു. ഇതങ്ങളെ വഹി എഴുതുന്ന വ്യക്തിയായിരുന്നു. ഇതങ്ങൾക്ക് വഹി ഇറങ്ങുമ്പോൾ ശരീരഭാവ വ്യത്യാസങ്ങൾ ഉണ്ടാകുമായിരുന്നു. ആയിഷ റളിയല്ലാഹു പറയുന്നുണ്ട്, നല്ല തണുപ്പുള്ള സമയത്തും വേർത്തൊലിക്കുമായിരുന്നു. ഒട്ടകപ്പുറത്താണെങ്കിൽ ഒട്ടകം ഇരിക്കുമായിരുന്നു. അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരിക്കൽ നബിതങ്ങളുടെ തൊട എൻ്റെ തൊടയുടെ മുകളിൽ. ആ സമയത്ത് തങ്ങൾക്ക് വഹി ഇറങ്ങി, എനിക്ക് എൻ്റെ കാലിൻ്റെ തൊട എല്ല് പൊട്ടിപ്പോകുമെന്ന് തോന്നിപ്പോയി. ഇത്രയും ഭാരമുള്ള വഹി. വഹി എഴുതുന്ന സഹാബി എത്രയോ പ്രാവശ്യം നബിതങ്ങളുടെ ഈ ഭാവവ്യത്യാസവും അവസ്ഥകൾ നേരിട്ട് കണ്ട വ്യക്തിയായിരിക്കും. അല്ലാഹു തആല മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ പറ്റി പറയുന്ന ആയത്ത് എഴുതി അദ്ദേഹത്തോട് അത് എഴുതാൻ പറഞ്ഞു. അത് എഴുതി കഴിഞ്ഞപ്പോൾ അദ്ദേഹം സ്വന്തമായി പറഞ്ഞു, തബാറകല്ലാഹു റബ്ബുൽ ആലമീൻ. അദ്ദേഹത്തിന്റെ നാവ് കൊണ്ട് പറഞ്ഞു, അള്ളാഹു എത്രയോ പരിശുദ്ധനാണ്, എത്രയോ ഭംഗിയായി സൃഷ്ടിക്കുന്നവനാണ്. ഇദ്ദേഹം ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, ഇതാ അടുത്ത ആയത്തിന്റെ ബാക്കി കൂടി ഇറങ്ങിയിരിക്കുന്നു, ഇതുകൂടി നീ അതിന്റെ ബാക്കിയായി എഴുതി. തബാറകല്ലാഹു റബ്ബുൽ ആലമീൻ. അല്ലാഹു തആല പരീക്ഷിച്ചു, പരീക്ഷണമായിരുന്നു. നിഅമത്ത് എത്ര കൂടുതൽ ലഭിക്കുന്നോ അല്ലാഹു തആല പരീക്ഷിക്കും. ആ മനുഷ്യൻ പറഞ്ഞു, ഇതെന്റെ വചനമാണ്, ഞാൻ പറഞ്ഞ വചനമാണ്. ആ ഫിത്നയിൽ അകപ്പെട്ടു, അള്ളാഹുവിനെ പരീക്ഷിച്ചു. പിന്നെ ആ മനുഷ്യൻ ഇസ്ലാമിന് മുർത്തദ്ദായി. എവിടെ എത്തിയ വ്യക്തിയായിരുന്നു. ഇതങ്ങൾ എത്രയോ പ്രാവശ്യം വഹി ഇറങ്ങുന്നതും ഭാവിക്കത്തെ കണ്ട വ്യക്തി. മുമ്പ് എന്തായിരുന്നു എന്നല്ല, അള്ളാഹ് ചില ഏറ്റവും വലിയ അനുഗ്രഹം. ഇപ്പോൾ നമ്മൾ അള്ളാഹ് പരിശ്രമമായി ബന്ധപ്പെട്ടു. നമ്മൾ അങ്ങേറ്റം അള്ളാഹ് ശുക്ർ ചെയ്യണം. എന്താണ് പരിശ്രമത്തിന്റെ ശുക്ർ? ഈ പരിശ്രമം കൊണ്ട് നമുക്ക് ഉയർച്ചയുണ്ടാകണം, വർധനവുണ്ടാകണം. ഈ വസ്തു അത് വർദ്ധിക്കുമ്പോഴേ നിലനിൽക്കുകയും, ഇല്ലെങ്കിൽ താഴേക്ക് പോകും. പിന്നെ ദീൻ മഹാന്മാരെ ദീൻ ഒരവസ്ഥയിൽ ഒരിക്കലും നിൽക്കുകയില്ല. ഒന്നെങ്കിൽ ഉയർച്ചയായിരിക്കും, അല്ലെങ്കിൽ താഴ്ചയായിരിക്കും. ദീന്റെ പരിശ്രമത്തിൽ ഉയർച്ച ഉണ്ടാകണം, ഇല്ലെങ്കിൽ താഴ്ചയായിരിക്കും. ആദ്യം ഉയർച്ച എവിടെയുണ്ടാണ്? നമ്മുടെ സ്വന്തം ജീവിതത്തിൽ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ ദീൻ പൂർത്തിയാകണം. ഈ പരിശ്രമം കൊണ്ടുണ്ടാകേണ്ട ഉയർച്ചയുടെ ആദ്യത്തെ അടയാളം കാണേണ്ട നമ്മുടെ ജീവിതത്തിലാണ്. നമ്മുടെ ജീവിതങ്ങൾ മാറണം. സഹാബാക്കൾ ദീന്റെ പരിശ്രമം ചെയ്തു, സഹാബാക്കൾ ജീവിതങ്ങൾ മാറി. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല പറയുന്നു, ഞാൻ മുസ്ലിമായ ശേഷം ഒരു പ്രാവശ്യം പോലും വലതു ഭാഗത്തേക്ക് ഞാൻ തുപ്പിയിട്ടേയില്ല. ചെറിയ കാര്യം.
പക്ഷെ അവർക്കുണ്ടായ ഉയർച്ചയാണ്. മുസ്ലിമായ ശേഷം ഞാൻ ഒരു പ്രാവശ്യം പോലും വലതുഭാഗത്തേക്ക് ഞാൻ തെറ്റിയില്ല. ഇതിൻ്റെ പരിശ്രമം നമ്മളിൽ മാറ്റമുണ്ടാക്കണം, നമ്മളിൽ ഉയർച്ച ഉണ്ടാക്കണം. നമ്മുടെ ജീവിതങ്ങൾ മാറണം, നമ്മുടെ ജീവിതങ്ങൾ സുന്നത്തായി മാറണം. ഇല്ലാസ് റഹ്മത്തുള്ളാഹി പറയുമാണ്, ഈ പരിശ്രമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിവിധങ്ങൾ കൊണ്ടുവന്ന മുഴുവൻ സുന്നത്തും നമ്മുടെ ജീവിതത്തിൽ സജീവമാകല, ജീവിതം 100% ദീനായി മാറണം. അത് നമ്മൾ എപ്പോഴും നമ്മളെ നോക്കണം. ഞാൻ ഈ പരിശ്രമം ചെയ്ത് എന്നിൽ എന്തെല്ലാം മാറ്റമുണ്ടായി. സഹാബാക്കളുടെ പ്രത്യേകതയായിരുന്നു, ഓരോ സഹാബിയും അവർ പരിശ്രമം ചെയ്തുകൊണ്ടേയിരുന്നു, സ്വന്തത്തെ നോക്കിക്കൊണ്ടേയിരുന്നു, അവരെക്കുറിച്ച് ചിന്തയുള്ളവരായിരുന്നു. ഇതിൻ്റെ പരിശ്രമം ചെയ്ത് അവർ അവരെക്കുറിച്ച് ചിന്തയുള്ളവരായിരുന്നു. ഇവിടെ മഹാന്മാർ പറയാറുണ്ട്, ഈ പരിശ്രമം പട്ടാളക്കാരൻ്റെ പരിശ്രമം പോലെയല്ല. പട്ടാളക്കാരൻ തൻ്റെ ഉത്തരവാദിത്വം പൂർത്തീകരിക്കും, പക്ഷെ സ്വന്തം ജീവിതം മോശമായിരിക്കും. കള്ളു കുടിക്കുന്നവർ, മദ്യപിക്കുന്നവർ, വ്യഭിചരിക്കുന്നവർ ഉത്തരവാദിത്വം പൂർത്തീകരിക്കും. അവിടെ നാം ദീന്റെ പരിശ്രമം ചെയ്യുന്നവർ മസ്ദൂരിയല്ല, കൂലിപ്പണിക്കാരല്ല. നാം ഉത്തരവാദിത്വം പൂർത്തീകരിക്കുന്നവർ. നമ്മുടെ ജീവിതത്തിൽ ദീനുണ്ടാകണം, നമ്മുടെ ജീവിതം മാറ്റമുണ്ടാകണം, നമ്മളെക്കുറിച്ച് നമുക്ക് ചിന്തയുണ്ടാകണം. ദീൻ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കണം, ദീൻ നമ്മുടെ ജീവിതത്തിൽ ഭംഗിയാകണം. രണ്ടും മുത്താലബിയ, രണ്ടും തേട്ടമാണ്. അമലുകൾ വർദ്ധിക്കുകയും ചെയ്യണം, അമലുകൾ നന്നാകുകയും ചെയ്യണം, ഭംഗിയാവുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് നമ്മളെക്കുറിച്ച് ചിന്തയുണ്ടാകണം. ദീന്റെ പരിശ്രമത്തിൽ ഉയർച്ചയ്ക്ക് 2 കാര്യങ്ങൾ മാനദണ്ഡമാണ്. ഒന്ന് ഇസ്തിഖാമത്ത്, ഉയർച്ചയുടെ വഴി. ഒന്നാമത്തെ ഇസ്തിഖാമത്ത്, ദീന്റെ പരിശ്രമം ഇസ്തിഖാമത്തോടെ ഉറച്ചു ചെയ്യും. ഇസ്തിഖാമത്തു ഖൈറു മിൻ അൽഫി കറാമ. ഇസ്തിഖാമത്ത് ഉറച്ചു ചെയ്യുക എന്നുള്ളത് 1000 കറാമത്തിനേക്കാൾ വലുതാണ്. പാബന്ദി മേം തർഖി ഹേ, ആസാദി മേം ബർബാദി ഹേ. മഹാന്മാർ പറഞ്ഞു, നിത്യമായി ചെയ്യുന്നതിനാണ് ഉയർച്ചയുള്ളത്. സ്വതന്ത്രമായി തോന്നുന്ന പോലെ ചെയ്യുന്നില്ല, അത് ഒരിക്കലും ഉയർച്ചയില്ല. ഭൂവത്തിന്റെ പരിശ്രമം നബിമാർ അവരുടെ പല ഹാലാത്തിന്റെ ഇടയിൽ അവർക്ക് വന്നു. ഇതിന്റെ പരിശ്രമം ചെയ്യുമ്പോൾ അവസ്ഥകളുണ്ട്, പല അവസ്ഥകൾ, പല ഹാലാത്തുകൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ നബിയാക്കൾക്കുണ്ടായതാണ്. ശത്രുക്കൾ ഉണ്ടാകും, തടസ്സങ്ങൾ ഉണ്ടാകും. നുബൂവത്തിന്റെ പരിശ്രമമാണ്. وكذلك جعلنا لكل نبي عدوا من الشياطين الجن والانس. عدوا من الشياطين الجن والانس. അല്ലാഹു തആല പറയുന്നു, ശത്രുക്കൾ എല്ലാ പ്രവാചകന്മാർക്കും മനുഷ്യരിൽ നിന്നും പിശാചുക്കളിൽ ശത്രുക്കൾ ഉണ്ടായിരുന്നു. പല ഹാലാത്തും ഇതിന്റെ പരിശ്രമത്തിൽ ഉണ്ടാകും. അമ്പിയാക്കൾ മുഴുവൻ അവസ്ഥകളും അവർ ഉത്തരവാദിത്തം പൂർത്തീകരിച്ചു. യൂസുഫ് നബി അലൈഹിസ്സലാം ജയിലിൽ കിടക്കുകയാണ്. എത്ര വലിയ ഹാലാത്താണ്, എത്ര വലിയ പ്രതിസന്ധിയിലാണ്. ഒറ്റപ്പെട്ടു പോയ അവസ്ഥയിൽ, നിന്ദ്യമായ അവസ്ഥയിൽ, ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ അകപ്പെട്ട് കുറ്റപ്പെടുത്തി ജയിലിലടയ്ക്കപ്പെട്ടു. അവിടെയും യൂസുഫ് നബി അലൈഹിസ്സലാം 2 വ്യക്തികൾ വന്നപ്പോൾ ദഅവത്ത് ചെയ്തു, ഉത്തരവാദിത്തം പൂർത്തീകരിച്ചു. അർബാബുൻ മുതഫർരിഖൂൻ ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ. അമ്പിയാക്കൾ മുഴുവൻ ഹാലാത്തുകളും അവസ്ഥകളും അവർ ഉത്തരവാദിത്തം പൂർത്തീകരിച്ചു. അവസ്ഥകളുണ്ടാവും, ഹാലാത്തുണ്ടാകും. ഇതിന്റെ പരിശ്രമം ചെയ്യുന്ന ഓരോരുത്തരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 3 നിലയിലുള്ള ശത്രുക്കൾ, 3 വിഭാഗത്തിന്റെ അംഗങ്ങൾക്ക് നിത്യമായ ഉപദ്രവമുണ്ടായി. ഒന്ന് മുശ്രിക്കീങ്ങളിൽ നിന്ന്, യഹൂദികളിൽ നിന്ന്, മുനാഫിക്കീങ്ങളിൽ നിന്ന്. ഈ മുഴുവൻ ഹാലാത്തും തങ്ങൾ തന്റെ ഉത്തരവാദിത്തം പൂർത്തീകരിച്ചു. മുശ്രിക്കീങ്ങളുടെ ഭാഗത്ത് നിന്ന് വലിയ വലിയ പ്രയാസമുണ്ടായി. തങ്ങൾ വളരെ പല നിലയും ഉപദ്രവിച്ചു. മക്കയിൽ കച്ചവടക്കാർ വരുമ്പോൾ അവരുടെ മക്കയിലെ മുശ്രിക്കുകൾ പറയുമായിരുന്നു, നേതാക്കന്മാർ പറയായിരുന്നു, മുസ്ലിമീങ്ങൾക്കൊന്നും കച്ചവടം ചെയ്യരുത്, ഒരു ചരക്കും ഒരു വസ്തു കിട്ടാത്ത അവസ്ഥയിൽ. 3 വർഷം ശുഅബ് അബീ താലിബിൽ നിബിധങ്ങളെയും സഹാബാക്കളെയും തടഞ്ഞിടപ്പെട്ടു. ഒന്നും ആരും കൊടുക്കാത്ത അവസ്ഥയായി. സഅദ് റളിയല്ലാഹു തആല പറയുന്നു, രാത്രി വിസർജനത്തിന് വേണ്ടി മൂത്രമടിക്കാൻ ഇറങ്ങിയ മൂത്രമടിച്ച സമയത്ത് മണ്ണിലേക്ക് മൂത്രം ചാടുന്ന ശബ്ദമല്ല, മറ്റൊരു ശബ്ദം കേട്ടപ്പോൾ ഞാൻ എടുത്തു നോക്കി. ഒരു തോലിന്റെ കഷ്ണം, ഉണങ്ങി വരണ്ട മരുഭൂമിയിൽ കിടന്ന് മരക്കഷ്ണം പോലെയായ തോലിന്റെ കഷ്ണം. ദിവസങ്ങളായി പച്ചിലകൾ കടിച്ച്
വായുടെ രുചി നഷ്ടപ്പെട്ടതിനാൽ ഞാൻ ആ തോലിനെ കഷ്ണമെടുത്തു കഴുകി വൃത്തിയാക്കി 2 കല്ലുകളെടുത്ത് അത് പൊടിയാക്കി വെള്ളത്തിൽ കലർത്തി കുടിക്കുകയില്ല. ചിന്തിച്ചു. ഇതെല്ലാം പ്രയാസങ്ങൾ നിബിതങ്ങൾ അനുഭവിച്ചു. 3 വർഷം മിനയിലെ ഓരോ ചെണ്ടുകളും പോയി ജനങ്ങളെ ദഅവത്ത് ചെയ്യും. പരസ്യമായി നബിതങ്ങളെ ആക്ഷേപിക്കും. ഒരു പ്രാവശ്യം ബനു അബ്സ് എന്ന ഗോത്രത്തെ ദഅവത്ത് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ നേതാവ് ബുഹൈറ എന്ന മനുഷ്യൻ വന്നു. നബിതങ്ങളെ കണ്ടപ്പോൾ തന്നെ ദേഷ്യപ്പെട്ട് മോശമായി സംസാരിച്ചു. മാത്രമല്ല നബിതങ്ങൾ ഇന്ന് ഒട്ടകത്തിന്റെ പുറത്ത് വലിച്ച് നബിതങ്ങൾ താഴേക്ക്. ജനങ്ങൾക്കിടയിൽ നബിതങ്ങൾ നിന്ദ്യനാകുന്നു. ശാരീരികമായി നബിതങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു. എല്ലാം പ്രയാസങ്ങൾ തങ്ങൾ സഹിച്ചു. ഉത്തരവാദിത്വം പൂർത്തീകരിക്കാൻ തയ്യാറായപ്പോൾ പല ഹാലാത്തും ഉണ്ടായി, വലിയ ആക്ഷേപങ്ങളും ഉണ്ടായി. 15 ദിവസം തങ്ങൾക്ക് വഹി ഇറങ്ങാതെ, ആ 15 ദിവസം തങ്ങൾക്ക് 15 വർഷം പോലെ ആക്ഷേപങ്ങൾ, കുത്തുവാക്കുകൾ. മുഹമ്മദിന്റെ രക്ഷിതാവ് വിട്ടുകളഞ്ഞ് ഉപേക്ഷിച്ച് ഒഴിവാക്കി. അല്ലാഹു തആല അവസാനമായി പറഞ്ഞു, നബിയെ താങ്കൾ ഒരിക്കലും താങ്കളുടെ മുഖത്തെ തന്നെ, അല്ലെങ്കിൽ ദുഹാ സമയത്ത് തന്നെ സത്യം, നബി തങ്ങൾ സമാധാനപ്പെടുത്തി തുടങ്ങി തന്നെ. അത്രയും തങ്ങൾ മാനസികമായി ബുദ്ധിമുട്ടി. ഇതെല്ലാം തങ്ങൾ കേട്ടു. ഉത്തരവാദിത്വം പൂർത്തീകരിക്കാൻ തയ്യാറായപ്പോൾ മുശ്രിക്കീങ്ങളുടെ ഭാഗത്തുള്ള ഉപദ്രവം, കുത്തുവാക്കുകൾ, ആക്ഷേപങ്ങൾ, യഹൂദികളുടെ ഭാഗത്തുള്ള ഉപദ്രവം. തങ്ങൾക്ക് സിഹർ ചെയ്തു. ഒരു യഹൂദി ഒരു വ്യക്തിയെ കൊണ്ട് സിഹർ ചെയ്യിപ്പിച്ചു. 6 മാസം തങ്ങൾ അതിന്റെ ഉപദ്രവം അനുഭവിച്ചു. ആയിഷ റളിയല്ലാഹു ചോദിക്കുമ്പോൾ, നബി എന്ത് പറ്റി? നിങ്ങളുടെ മുഖത്തും തങ്ങളുടെ ജീവിതത്തിലെല്ലാം വ്യത്യാസം വരാൻ തുടങ്ങി. എന്ത് പറ്റി നബി താങ്കൾക്ക്? എന്ത് പറ്റി? 6 മാസങ്ങൾ ഉപദ്രവം അനുഭവിച്ചു. അല്ലാഹു തആല വഹി ഇറക്കി. ആരാണ് തങ്ങൾക്ക് സിഹർ ചെയ്തത് എന്ന് വ്യക്തമാക്കി കൊടുത്തു. എന്നിട്ട് തങ്ങൾ പ്രതികാരം ചെയ്തില്ല. തങ്ങളെ മുന്നിൽ കൂടെ മനുഷ്യൻ നടക്കുമായിരുന്നു, പ്രതികാരം ചെയ്തില്ല. യഹൂദികളുടെ ബുദ്ധിമുട്ട്. കഅബ് റളിയല്ലാഹു തആല പറയുന്നുണ്ട്, നിത്യമായി നബി തങ്ങൾ പഠിപ്പിച്ച ഞാൻ സിഹറിന്റെ ദുആ പറയുമായിരുന്നു. ഇല്ലെങ്കിൽ യഹൂദികൾ സിഹർ ചെയ്തതിന് എന്നെ കഴുതിയാക്കി കളയുമായിരുന്നു. ഒരു ഭാഗത്ത് മുശ്രിക്കുകളുടെ ഉപദ്രവവും, മുശ്രിക്കുകളുടെ ഭാഗത്തുള്ള ഹാലാത്തുകൾ, ഒരു ഭാഗത്ത് യഹൂദികളുടെ ഭാഗത്തുള്ള ഹാലാത്തുകൾ, പിന്നെ മുനാഫിക്കീങ്ങൾ നബി തങ്ങളെ കൂടെ തന്നെ നിന്ന്, മുസ്ലിമീങ്ങളെ കൂടെ നിന്ന് തങ്ങൾക്ക് പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ ഉണ്ടാക്കുക, വളരെ മോശമായ വാക്കുകൾ പറയുമായിരുന്നു. ഈ പ്രാവശ്യം അബ്ദുല്ലാഹ് ഉബയ്യ് ബിൻ സലൂൽ, മുനാഫികളുടെ നേതാവ്, മനുഷ്യന്റെ മകൻ, സഹാബിയാണ്, മുഅ്മിനാണ്. തങ്ങളുടെ സദസ്സിൽ തങ്ങൾ വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ ആ വെള്ളം മകൻ വാങ്ങിച്ചു. എനിക്ക് ഇതെന്റെ വാപ്പക്ക് ഞാൻ കൊണ്ടുപോയി കൊടുക്കും. വാപ്പയുടെ ഹൃദയം അങ്ങനെയെങ്കിലും ഒന്ന് നിഫാക്കിന് ശുദ്ധമാകട്ടെ. മകൻ വെള്ളവുമായി വാപ്പയുടെ അടുക്കൽ ചെന്നു. കുടിക്കാൻ പറഞ്ഞു. നബി തങ്ങൾ കുടിച്ച വെള്ളത്തിന്റെ ബാക്കി, നിങ്ങളുടെ ഹൃദയം ഒന്ന് പരിശുദ്ധമാകട്ടെ. മനുഷ്യൻ പറഞ്ഞു, നിന്റെ നബി കുടിച്ച വെള്ളത്തിനേക്കാൾ നല്ലത് നിന്റെ ഉമ്മയുടെ വിസർജനമാണ്. ഇത്ര മോശമായിട്ടാണ്. ഞങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പോകുന്ന സമയത്ത് ഒരു കഴുതയുടെ പുറത്തേക്ക് യാത്ര ചെയ്യരുത്. അപ്പോൾ കുറച്ച് മുനാഫിക്കുകളും യഹൂദികളും എല്ലാം നിൽക്കുന്ന സദസ്സ്. നബി ഞങ്ങളോട് ഇറങ്ങി അവരെ ദഅവത്ത് ചെയ്യാൻ വേണ്ടി. മുനാഫികൾ നേതാവായ അബ്ദുല്ലാഹ് ഉബയ്യ് ബിൻ സലൂൽ പരസ്യമായി പറഞ്ഞു, മുഹമ്മദ്, നീ അല്പം മാറി നിൽക്കും, നിന്റെ കഴുതയുടെ ദുർഗന്ധം ബുദ്ധിമുട്ടിക്കും. പരസ്യമായി വഴിയിൽ വെച്ച്, ജനങ്ങൾക്കിടയിൽ വെച്ച് നബി ഞങ്ങൾ ആക്ഷേപിക്കുക, കളിയാക്കുകയാണ്. എത്രയോ കുത്തുവാക്കുകൾ പലപ്പോഴും തങ്ങൾ പറയുമായി. റഹിമല്ലാഹു മൂസ, റഹിമല്ലാഹു മൂസ. അല്ലാഹു മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹ് കരുണ ചെയ്യട്ടെ. ഞാൻ ഈ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ കേട്ട നബിയാണല്ലോ. അത്രമാത്രം തങ്ങൾ കേൾക്കേണ്ടി വന്നു. എന്തെല്ലാം ഹാലാത്തുകൾ തങ്ങളുടെ ജീവിതത്തിൽ. ഇതിന്റെ പരിശ്രമം ചെയ്യാൻ തങ്ങൾ തയ്യാറായപ്പോൾ മുശ്രിക്കീങ്ങളുടെ ഉപദ്രവവും, യഹൂദികളുടെ ഉപദ്രവവും, മുനാഫിക്കുകളുടെ ഉപദ്രവവും. പക്ഷേ ഈ ഹാലാത്തിനിടയിൽ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഖാമത്തോടെ ഉറച്ചു. അവസ്ഥകളും, പ്രതികൂലമായ അവസ്ഥകളും, തടസ്സങ്ങളും, ശത്രുതയും കണ്ട് തങ്ങൾ പുറകിലേക്ക് മാറിയില്ല. നിങ്ങൾക്കറിയാമായിരുന്നു, പരിശ്രമം ഹക്കിന്റെ പരിശ്രമമാണ്.
ചെയ്യുമ്പോൾ പ്രതിസന്ധികൾ ഉണ്ടാകും, ഹനാത്തുകൾ ഉണ്ടാകും, തടസ്സങ്ങൾ ഉണ്ടാകും. എൻ്റെ ഇസ്സത്ത് നഷ്ടപ്പെടും, എൻ്റെ പലതും നഷ്ടപ്പെടും. പക്ഷെ ഇത് ഉത്തരവാദിത്തമാണ്. തങ്ങൾ ഉറച്ചെന്ന് ഉത്തരവാദിത്തം പൂർത്തീകരിച്ചു. ക്ഷമയെന്ന് പറഞ്ഞാൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം പൂർത്തീകരിക്കുന്ന ക്ഷമ, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. മഹാന്മാർ പറയുന്നത് അസ്സബുർ അലൽ ബല, ഒന്ന് പരീക്ഷണങ്ങളെ മേലെ ക്ഷമയാണ്. രണ്ട് അസ്സബുർ അനിൽ മആസി, പാപത്തിന് മാറി നിൽക്കാനുള്ള ക്ഷമയാണ്. മൂന്ന് അസ്സബുർ അല ത്വാഅത്ത്, അള്ളാഹുവിന്റെ കൽപ്പനകൾ പൂർത്തീകരിക്കാനുള്ള ക്ഷമ. അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തം, ദീനിന്റെ ഉത്തരവാദിത്തം, അത് പൂർത്തീകരിക്കാൻ ശക്തമായ ക്ഷമ ആവശ്യമാണ്. വസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ, നബിയോട് അല്ലാഹു പറഞ്ഞാൽ വസ്ബിർ, നബി ക്ഷമിക്കിൻ. ഈ ഉത്തരവാദിത്തം പൂർത്തീകരിക്കാൻ ക്ഷമ വേണം. പല പ്രതിസന്ധികളും ഉണ്ടാകും. എങ്ങനെ ക്ഷമിക്കണം? കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ, മുൻകഴിഞ്ഞ പ്രവാചകന്മാർ ക്ഷമിച്ചതുപോലെ. ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാർ അവർ വളരെ കൂടുതൽ ക്ഷമിക്കേണ്ടി വന്നു. ഏറ്റവും കൂടുതൽ ത്യാഗം സഹിച്ചവരാണ് ഉലുൽ അസ്മിൽ പ്രവാചകന്മാർ. അവർ ഉറച്ചിരുന്നു, അവർ പുറകിലേക്ക് മാറി. ദീന്റെ പരിശ്രമം ഇത് നമുക്ക് ഉയർച്ചയുണ്ടാകുന്ന ഇസ്തിഖാമത്തോടെ ചെയ്യുമ്പോഴാണ്. ഫസ്തഖിം കമാ ഉമിർത വമൻ താബ മഅക. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയെ നരപ്പിച്ച് കളഞ്ഞ ആയത്താണ്. നബി തങ്ങൾ പറഞ്ഞു, എൻ്റെ മുടിയെ നരപ്പിച്ച് കളഞ്ഞു. ഖുർആനിന്റെ ഒരു ആയത്ത്. ഫസ്തഖിം കമാ ഉമിർത, നബി എന്താണോ അള്ളാഹു കൽപ്പിച്ചത്, എങ്ങനെയാണ് കൽപ്പിച്ചത് അങ്ങനെ തന്നെ തങ്ങൾ ചെയ്യണം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറണം. എൻ്റെ നോട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുത്. പല അവസ്ഥകളും വരും. ദീന്റെ പരിശ്രമത്തിന് ഇറങ്ങുമ്പോൾ ആരും പൂമാലിട്ടൊന്നും സ്വീകരിക്കുകയില്ല. പല പ്രതിസന്ധികളും വരും. അത് കണ്ട് ഭയപ്പെട്ടു പോകരുത്. പല ഹാലാത്തും വരും. ഇതിനെല്ലാം ഉപരി സ്വന്തം ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരും. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എത്ര പട്ടിണിയിലായിരുന്നു, എത്ര പ്രയാസത്തിലായിരുന്നു. ഒരിക്കൽ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്പം ഭക്ഷണം കയ്യിൽ പിടിച്ചു സഫാ മലയടുത്ത് ജിബ്രീൽ അലൈഹി ഇസ്ലാമത്തിന് മുന്നിൽ ജിബ്രീൽ അലൈഹി ഇസ്ലാം ജിബ്രീലിന് പറഞ്ഞു, ജിബ്രീലെ, എൻ്റെ കുടുംബത്തിന്റെ ഭക്ഷണം ഇത് അത്രയേ ഉള്ളൂ. അത്രയും പ്രയാസം തങ്ങൾ. ഉടനെ ശബ്ദം കേട്ടു. തങ്ങൾ ചോദിച്ചു, എന്താ ജിബ്രീലെ? താങ്കളുടെ വാക്ക് കേട്ട് അള്ളാഹു ഒരു മലക്കിനെ അയച്ചിരിക്കാൻ. താങ്കൾ പറഞ്ഞാൽ സ്വർണത്തിന്റെ തൂണുകൾ തങ്ങൾക്ക് വേണ്ടി അള്ളാഹു ഭൂമിയിൽ തിരക്കി തരും. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിന്റെ മുഖത്തേക്ക് നോക്കി. ജിബ്രീൽ അലൈഹി ഇസ്ലാം പറഞ്ഞു, വേണ്ട നബി, താങ്കൾ ക്ഷമിക്കും, തങ്ങൾക്ക് ഇതിലാണ് ഖൈർ. എത്രയെല്ലാം ത്യാഗം തങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു തആല പറയുന്നു, ഒരിക്കൽ നബി ഞങ്ങൾ എന്നെയും കൂട്ടി മകൾ ഫാത്തിമ റളിയല്ലാഹു തആല വീട്ടിലേക്ക് പോയി. ഫാത്തിമ റളിയല്ലാഹു തആല വീടിന്റെ വാതിൽക്കൽ മുട്ടി ചോദിച്ചു, ആണോ ഉപ്പയാണ്? വാതിൽ തുറന്നു. അപ്പൊ കൂട്ടത്തിൽ മറ്റ് സഹാബാക്കൾ ആരെങ്കിലും ഉണ്ടോ? എൻ്റെ കൂടെ സഹാബിയുണ്ട്. ഇല്ല, അദ്ദേഹത്തെ പുറത്തെടുത്ത് താങ്കൾ അകത്തേക്ക് വരും. ഒരു അന്യ പുരുഷൻ എൻ്റെ ശരീരം പൂർണ്ണമായി മറയ്ക്കാൻ സാധിക്കുന്ന പക്ഷം വസ്ത്രമില്ല, ശക്തി. ഇതങ്ങളുടെ ജീവിതത്തിന്റെ പ്രയാസം, കുടുംബത്തിന്റെ മക്കളുടെ അവസ്ഥ, ദിവസങ്ങൾ പട്ടിണിയിൽ, ദിവസങ്ങൾ പ്രയാസത്തിൽ, മാസങ്ങൾ കഴിഞ്ഞു പോകുന്നു പട്ടിണിയും പ്രയാസത്തിൽ. അനസ് റളിയല്ലാഹു തആല പറയുന്നു, ഞാൻ ഒരിക്കൽ മസ്ജിദ് നബവിയിൽ ചെന്നപ്പോൾ നിബിതങ്ങൾ പള്ളിയിൽ മണ്ണിൽ വയറ് വച്ച് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിയുകയാണ്. വയറ് ഭൂമിയോട് ചേർത്ത് വെച്ച്. എനിക്ക് മനസ്സിലായി തങ്ങളുടെ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് തങ്ങൾ കിടന്ന് മറയുന്നതാണ്. ഞാൻ ഓടി വീട്ടിലേക്ക് ചെന്നു. ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, എന്തെങ്കിലും ഭക്ഷണമുണ്ടെങ്കിൽ ഏർപ്പാട് ചെയ്യും. ഇതങ്ങളെ ഞാൻ കണ്ടത് ഈ അവസ്ഥയിൽ വിശപ്പ് സഹിക്കാൻ പറ്റാതെ സ്വന്തം വയറ് ഭൂമിയിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മറിയുന്ന നബി ഞാൻ കണ്ടിട്ട് വന്നത്. സ്വന്തം ജീവിതത്തിലെ പ്രശ്നങ്ങൾ, ജീവിതത്തിലെ പട്ടിണി, കുടുംബത്തിന്റെ പട്ടിണി. ആയിഷ റളിയല്ലാഹു തആല പറയുന്നു, ചില സന്ദർഭത്തിൽ യാചകന്മാർ വീട്ടിൽ, നിബിതങ്ങളുടെ വീട്ടിലെ മുഴുവൻ ഭാര്യമാരെ വീട്ടിൽ പോയാലും മറുപടി ഇല്ലൽമാ, ഇവിടെ വെള്ളം മാത്രമേ ഉള്ളൂ. യാചകന് കൊടുക്കാൻ ഒരു ഈന്തപ്പഴം പോലും പോല വീട്ടിൽ ഞങ്ങൾക്ക് നൽകാൻ വെള്ളം മാത്രമേ ഉള്ളൂ. ആയിഷ റളിയല്ലാഹു പറയുന്നു, തങ്ങൾ മരിക്കുന്നതിന്റെ തലേന്ന് രാത്രി, ഞായറാഴ്ച രാത്രി വിളക്ക് കത്തിക്കാൻ എണ്ണയില്ലാത്തതിന്റെ പേരിൽ അയൽവാസിയുടെ വീട്ടിൽ നിന്നും ഒരു യഹൂദിയുടെ വീട്ടിൽ നിന്നും എണ്ണ കടം വാങ്ങിച്ചു. എല്ലാ പ്രയാസം ലഭിതങ്ങളുടെ ജീവിതം. പക്ഷെ തങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്തം പൂർത്തീകരിച്ചു. സഹാബാക്കൾ പറഞ്ഞു, നബിയെ, താങ്കൾ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിച്ചു. സഹാബാക്കൾ സാക്ഷിയായി.
ദീന്റെ പരിശ്രമം ചെയ്യുമ്പോൾ ഹാലാത്തുകൾ ഉണ്ടാകും. അല്ലാഹു തആല പരീക്ഷിക്കുകയാണ്. സത്യസന്ധരാരാണ്, ദീനിന്റെ പരിശ്രമം എനിക്ക് വേണ്ടി ചെയ്യുന്നവരാരാണ്, അള്ളാഹുവിനെ അറിയണം. സത്യസന്ധന്മാർക്ക് നാളെ ഒരു ദിവസം വരാനുണ്ട്. അന്ന് അവർക്ക് ആ അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ വിജയിച്ചവർക്ക് അവരുടെ പരീക്ഷണം, ദുനിയാവിലെ പരീക്ഷണം അവർക്ക് അനുഗ്രഹമായി മാറും. പല ഹാലാത്തുകൾ അത് നോക്കും പരിശ്രമം ചെയ്യുന്നവർ. കാണുമ്പോൾ പുറകിലേക്ക് മാറേണ്ടവർ. അവിടെ ദീന്റെ പരിശ്രമത്തിൽ ഉയർച്ചയ്ക്കുള്ള ഒന്നാമത്തെ വഴി ഇസ്തിഖാമത്താണ്. ഈ പരിശ്രമം നമ്മൾ ഏറ്റെടുത്തു, അല്ലാഹു നമ്മുടെ കയ്യിൽ നൽകി. ഏത് അവസ്ഥയിലും ചെയ്യണം. ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികൾ വന്നാലും ഏത് അവസ്ഥകൾ വന്നാലും ഉറച്ചു നിൽക്കണം. അള്ളാഹുവിന്റെ ഭാഗത്തുള്ള ഏറ്റവും വലിയ കടുത്ത പരീക്ഷണം ദുന്യാവിന്റെ ഇടുക്കമല്ല, മറിച്ച് ദുന്യാവിന്റെ വിശാലതയും. സന്തോഷവും സൗകര്യവുമുള്ള ഫിത്ന അത് ബുദ്ധിമുട്ടിന്റെ ഫിത്നയേക്കാൾ കടുപ്പമാണ്. ദുന്യാവിന്റെ സൗകര്യങ്ങൾ വന്നു, കച്ചവടം വിശാലമായി, അനുഗ്രഹങ്ങൾ വന്നു. ഈ സമയത്ത് ഉറച്ചു നിൽക്കലാണ് പ്രയാസം. ഇതിന്റെ പരിശ്രമത്തിൽ അല്ലാഹു തആല ചിലപ്പോൾ അനുഗ്രഹങ്ങൾ നൽകും. അത് അടിമയെ പരീക്ഷിക്കാനാണ്. സൗകര്യങ്ങൾ നൽകും, അപ്പോഴും ഉറച്ചു നിൽക്കണം. അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി പറയുമായിരുന്നു, 2 ഘട്ടങ്ങൾ എൻ്റെ ജീവിതത്തിൽ മുന്നിൽ വന്നിട്ടുണ്ട്. ഒന്ന് വലിയ പരീക്ഷണത്തിന്റെ ഘട്ടം, ജയിലിൽ അടയ്ക്കപ്പെട്ടു, ചാട്ടവാർ കൊണ്ട് അടിക്കപ്പെട്ടു, വലിയ ബുദ്ധിമുട്ടിന്റെ കാലഘട്ടം. അതെനിക്ക് ഉയർച്ചയുടെ കാലഘട്ടമായി. 2, അതിനുശേഷം എന്നെ ബഹുമാനിക്കപ്പെടുന്ന ഒരു കാലഘട്ടം വന്നു. അതെനിക്ക് വലിയ ഫിത്നയുടെ കാലഘട്ടമായി. പരീക്ഷണ കാലഘട്ടത്തിൽ എനിക്ക് സ്വന്തമായി ഉയർച്ചയുണ്ടായി. ചിലപ്പോൾ അല്ലാഹു തആല സൗകര്യങ്ങൾ നൽകും, നിഅമത്തുകൾ നൽകും, കച്ചവടങ്ങൾ നൽകും, വിശാലത ചെയ്യും. അതും പരീക്ഷണമാണ്. അപ്പോഴും ഉറച്ചു നിൽക്കണം. അല്ലാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തം പൂർത്തീകരിക്കും. നമ്മുടെ ദീന്റെ പരിശ്രമത്തിൽ ഉയർച്ച 1 ഇസ്തിഖാമത്ത്, 2 ഖുർബാനി, ത്യാഗമാണ്, അർപ്പണം ചെയ്യുക. റാഹത്തിലൂടെ ഒരിക്കലും ഉയർച്ചയുണ്ടാകില്ല. വിശ്രമത്തിൽ കൂടി ആർക്കും നേടാൻ സാധിക്കില്ല. വിശ്രമിക്കുന്നവർക്ക്, റാഹത്തിനെ തേടുന്നവർക്ക് ലോകത്തൊരു ഇൻഖിലാബും, ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ സാധിക്കുകയില്ല. ഇന്ന നഈമ ലാ യുദ്റകു ബിൻ നഈം, സുഖത്തിൽ കൂടി ഒരിക്കലും സുഖം നേടാൻ സാധിക്കില്ല. എത്രത്തോളം ദുനിയാവിൽ സുഖിക്കുന്നു അത്രത്തോളം നല്ല ആഖിറത്തിൽ കരയേണ്ടി വരും. ദുനിയാവ് സുഖിക്കേണ്ട സ്ഥലമല്ല, റാഹത്തിന്റെ സ്ഥലമല്ല, വിശ്രമത്തിന്റെ സ്ഥലമല്ല. ദുനിയാവ് ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കേണ്ട സ്ഥലമാണ്. അല്ലാഹു തആല അയച്ചിരിക്കുന്നത് നമ്മളെ വിശ്രമിക്കാൻ വേണ്ടിയല്ല, സുഖങ്ങൾ തേടാൻ വേണ്ടിയല്ല. മുഅ്മിനീങ്ങളുടെ ലക്ഷ്യമേ അല്ല ദുനിയാവിലെ സുഖം. മുഅ്മിന്റെ ലക്ഷ്യമേ അല്ല. മുഅ്മിന്റെ റാഹത്ത് മരണത്തുൽ അർറാഹത്തു അൽ മൗതു റാഹത്തുൻ ലിൽ മുഅ്മിൻ. മുഅ്മിന്റെ റാഹത്ത് മരണമാണ്, മരണം മുതലാണ്. അൽ മൗതു തുഹ്ഫത്തുൻ ലിൽ മുഅ്മിൻ, മരണമാണ് മുഅ്മിന്റെ സമ്മാനം. ഉടനെ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മോളെ ഫാത്തിമ, ലാ ഖർബ അലാ ബീകി ബഅദ ഹാദൽ യൗം, നിന്റെ ഉപ്പയുടെ എല്ലാ ബുദ്ധിമുട്ടും അവസാനിച്ചു. സക്കറാത്തിന്റെ സമയം ഞങ്ങൾ പറഞ്ഞു. അവസാന സമയം മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയും, മോളെ, നിന്റെ ഉപ്പ അനുഭവിച്ച മുഴുവൻ ത്യാഗം അവസാനിക്കുക. ലാ ഖർബ അലാ അബീകി ബഅദ ഹാദൽ യൗം, ഈ ദിവസത്തോടു കൂടി നിന്റെ ഉപ്പയുടെ എല്ലാ പ്രയാസവും അവസാനിക്കുക. അവിടെ വിശ്രമിക്കാൻ വന്നവരല്ല നമ്മൾ ദുനിയാവിൽ, റാഹത്തിനെ തേടാൻ വന്നവരല്ല. എത്രത്തോളം റാഹത്തിനെ തേടുന്നു അത്രത്തോളം ആഖിറ പ്രയാസമായി. ഇവിടെ ഉത്തരവാദിത്തം പൂർത്തീകരിക്കാൻ വന്നവരാണ്. അതുകൊണ്ട് ദീന്റെ പരിശ്രമത്തിൽ ഉയർച്ചകൾ 2ാമത്തെ ചുവട് അർപ്പണമാണ്, നമ്മളെ അർപ്പിക്കലാണ്. സഹാബാക്കൾ ലോകത്ത് ഉന്നതരാകാനുള്ള കാരണം അവരെ അർപ്പിക്കാൻ തയ്യാറായി. അവർ വിശ്രമത്തെ തേടിയില്ല, റാഹത്തിനെ തേടിയില്ല, മറിച്ച് അവർ അർപ്പിക്കാൻ തയ്യാറായി. അവർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ജീവൻ അർപ്പിക്കാൻ തയ്യാറവര്. സഅദ് റളിയല്ലാഹു തആല അൻഹു ശത്രു രാജ്യത്ത് എന്ന് രാജാവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഞങ്ങളുടെ കൂടെ വന്നിരിക്കുന്ന സംഘം ഒരുപക്ഷെ ബലഹീനരായിരിക്കും, ആയുധം കുറഞ്ഞവരായിരിക്കും, ആളെണ്ണം കുറഞ്ഞവരായിരിക്കും. പക്ഷേ നിങ്ങളുടെ വലിയ ഭൂരിപക്ഷമുള്ള സൈന്യത്തിൽ ആർക്കുമില്ലാത്ത ചില പ്രത്യേകതകൾ എൻ്റെ ചെറിയ സംഘത്തിലുണ്ട്. അതിലൊന്ന്, ഈ കൂടെ വന്നിരിക്കുന്ന ഓരോ സഹാബിയും ഓരോ മുസ്ലിമും നിങ്ങൾ കള്ളിനെ ഇഷ്ടപ്പെടുന്നത് പോലെ മരണത്തെ ഇഷ്ടപ്പെടുന്നവരാണ്, മരണം തേടി വന്നവരാണ്. മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു തആല അൻഹു ശത്രുക്കളെ രാജ്യത്ത് പോയി രാജാവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, എന്റെ കൂടെ വന്ന സൈന്യത്തിന്റെ പ്രത്യേകത, ഇവർ ഓരോരുത്തരും നമസ്കാരം കഴിയുമ്പോൾ അള്ളാഹുവിനോട് ഷഹാദത്തിനെ ചോദിക്കുന്നവരാണ്, മരണം ചോദിക്കുന്നവരാണ്. മരണത്തിന് വേണ്ടി ദുആ ചെയ്യുന്ന സംഘവുമായിട്ടാണ് വന്നിരിക്കുന്നത്.
സഹാബാക്കൾ അവർ ഉന്നതങ്ങളിലേക്ക് എത്തിയത് അവരെ അർപ്പിക്കാൻ തയ്യാറായി. ഉമർ റളിയല്ലാഹു തആല അൻഹു ജമാഅത്തിനെ നാട്ടിലേക്ക് അയച്ചു. അതിന്റെ അമീറായി നുഅ്മാൻ എന്ന വ്യക്തിയെ തീരുമാനിച്ചു. ശത്രുക്കളുമായി യുദ്ധം നടന്നു വിജയം കിട്ടാതായപ്പോൾ അവർ കൂടി ആലോചിച്ചു, നമുക്ക് ഒരുമിച്ച് കൂടി ദുആ ചെയ്യാം. നുഅ്മാൻ റളിയല്ലാഹു തആല എല്ലാവരും കൂട്ടി ദുആ ചെയ്തു. എന്താ ദുആ ചെയ്തത്? അല്ലാഹുവേ, ഇന്നത്തെ ദിവസം ഈ നുഅ്മാനിന് നീ ഷഹാദത്ത് നൽകണം. എന്നിട്ട് ആ ഷഹാദത്തിനെ, നുഅ്മാനിന്റെ ഷഹാദത്തിനെ കാരണമാക്കി മുസ്ലിമീങ്ങൾക്ക് വിജയം നൽകണം. സഹാബി ദുആ ചെയ്തു സ്വന്തത്തിന് വേണ്ടി. ബാക്കിയുള്ളവരെ കൊണ്ട് ആമീൻ പറയുകയും, എന്താണ്? അല്ലാഹു എനിക്ക് നീ ഷഹാദത്ത് തരണം, എന്റെ ഷഹാദത്തിനെ കാരണമാക്കി മുസ്ലിമീങ്ങൾക്ക് വിജയം കൊടുക്കും. സഹാബാക്കളുടെ ഉയർച്ചയുടെ അവർ ഓരോരുത്തരും തന്നെ അർപ്പിക്കാൻ തയ്യാറാവരാണ്. ബറാഅ ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു നബി തങ്ങൾ അദ്ദേഹത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ചില സഹാബാക്കൾ അവർ അല്ലാഹുവിൽ കൈ ഉയർത്തിയാൽ ലൗ അഖ്സമ അലല്ലാഹി ലാ ബറ, അവർ അല്ലാഹുവിനോട് എന്തെങ്കിലും സത്യം ചെയ്താൽ അല്ലാഹുവിന്റെ സത്യത്തെ പൂർത്തീകരിക്കും. അങ്ങനത്തെ ചില അടിമകൾ, അതിൽപ്പെട്ടതാണ് ബറാ. ഒരു പ്രാവശ്യം ദീന്റെ വലിയ യാത്ര ചെയ്ത് സഹാബാക്കൾ വിജയം കിട്ടാതായപ്പോൾ ഇതുപോലെ സഹാബാക്കൾ പറഞ്ഞു, ബറാ, നിന്നെപ്പറ്റി നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നീ ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കും, നീ ദുആ ചെയ്യുന്നു. അദ്ദേഹം ദുആ ചെയ്തു, അല്ലാഹുവേ ബറാഇനെ നീ ഷഹാദത്ത് തരണം, ബറാഇന്റെ ഷഹാദത്തിനെ മുസ്ലിമീങ്ങളുടെ വിജയത്തെ, ഇസ്ലാമിന്റെ ഉയർച്ചയ്ക്ക് നീ കാരണമാക്കി. അദ്ദേഹം ദുആ ചെയ്യാൻ സ്വന്തത്തിന് വേണ്ടി. സഹാബാക്കൾ പ്രത്യേക ഓരോ സഹാബിയും സ്വന്തം തന്നെ അർപ്പിക്കാൻ തയ്യാറാവര്. അവരെ കൊണ്ടാണ് ലോകത്ത് വലിയ വിപ്ലവങ്ങൾ ഉണ്ടായത്. അവരെ പോയ വഴികൾ അല്ലാഹു തആല തുറന്നു കൊടുത്തു. ത്യാഗമില്ലാതെ ഒരിക്കലും ഉമ്മത്തിൽ ഒരിക്കലും ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ സാധിക്കില്ല. റാഹത്തിനെ തേടുന്നവർ, സുഖങ്ങളെ തേടുന്നവർ, വിശ്രമത്തെ തേടുന്നവർ ലോകത്തൊരു ഇൻഖിലാബ് സൃഷ്ടിക്കാൻ സാധിക്കില്ല. സഹാബാക്കൾ അർപ്പണ ഭാവമുള്ളവരായിരുന്നു. ഖുർബാനി ജിസ്ബയിൽ, ഖുർബാനി ചിന്തയിൽ യാത്ര ചെയ്യുന്നവരായിരുന്നു ഓരോ സഹാബാക്കളും. അല്ലാഹു തആല അതുകൊണ്ട് അവരിലൂടെ വലിയ വലിയ ഹിദായത്തിന്റെ വാതിലുകൾ തുറന്നു. നമ്മുടെ ദീന്റെ വഴിയിൽ ഉയർച്ചകളുടെ രണ്ടാമത്തെ ചുവട് നാം നമ്മളെ അർപ്പിക്കലാണ്, നാം നമ്മളെ അർപ്പണം ചെയ്യലാണ്. ഏറ്റവും വലിയ ത്യാഗം നാം നമ്മുടെ ജീവൻ അർപ്പണം ചെയ്യുന്നതിനേക്കാൾ വലിയ ത്യാഗം നമ്മുടെ നഫ്സിന്റെ ആഗ്രഹങ്ങൾ അർപ്പണം ചെയ്യില്ല. നഫ്സാനി ഖായിഷാത്ത്, നഫ്സിന്റെ ആഗ്രഹങ്ങൾ, നഫ്സിന്റെ ഇഷ്ടങ്ങൾ, നഫ്സിന്റെ തേട്ടങ്ങൾ അതൊരിക്കലും അവസാനിക്കുകയില്ല. കത്തിക്കൊണ്ടിരിക്കുന്ന വിറകിലേക്ക്, തീയിലേക്ക് ഉണങ്ങിയ വിറകിടുന്നത് പോലെയാണ് ഇതിന്റെ ഉപമ. എത്ര ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചാലും നഫ്സിനൊരിക്കലും മതിയാവുകയില്ല. ഒരു ഭാഗത്തെ ആഗ്രഹം പൂർത്തീകരിച്ചാൽ അടുത്ത ഭാഗത്തെ ആഗ്രഹം ഇങ്ങനെ പൊങ്ങിക്കൊണ്ടേയിരിക്കും. മരണം വരെ മനുഷ്യന്റെ ശരീരത്തിലെ ആഗ്രഹങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. കാരണം ഒരു മനുഷ്യൻ ഭൂമിയിൽ ജനിക്കുന്നത് ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും ഹായിഷാത്തിലൂടെയാണ്. അതുകൊണ്ട് ആ ജനിക്കുന്ന മൂന്നാമത്തെ ശക്തിയിലും മരണം വരെ രക്തത്തിന്റെ എല്ലാ അവയവത്തിലും, രക്തമൊലിക്കുന്ന സ്ഥലത്തെല്ലാം ആഗ്രഹമുണ്ടാകും. ആഗ്രഹം പൂർത്തീകരിക്കാൻ ദുന്യാവിൽ സാധിക്കില്ല. അതുകൊണ്ട് ദുന്യാവ് ഇത് ഹായിഷാത്തിന്റെ ആഗ്രഹം പൂർത്തീകരിക്കുന്ന സ്ഥലമേ അല്ല, തീരുകയില്ല എത്ര പൂർത്തീകരിക്കാൻ നോക്കിയത്. അതുകൊണ്ട് ദീന്റെ പരിശ്രമത്തിൽ ഏറ്റവും വലിയ ത്യാഗം നഫ്സിന്റെ ആഗ്രഹത്തെ മാറ്റിവെക്കുക. അല്ലാഹുമ്മ അൽഹിംനി റുഷ്ദി വഅഇദ്നി മിൻ ശർരി നഫ്സി. നിങ്ങൾ പഠിപ്പിച്ച ദുആ, അല്ലാഹുമ്മ അൽഹിംനി റുഷ്ദി വഅഇദ്നി മിൻ ശർരി നഫ്സി. സന്മാർഗത്തിൽ സഞ്ചരിക്കാൻ ഏറ്റവും വലിയ തടസ്സം നഫ്സാണ്, നഫ്സാനിയത്താണ്. ഇബ്രാഹിം അലൈഹി പറയാറുണ്ട്, സംസം വെള്ളത്തിൽ നജസ് കലർന്നതുപോലെ. പിന്നെ വെള്ളം എത്ര പരിശുദ്ധമായിട്ടും കാര്യമില്ല, നഫ്സ് കലർന്നാൽ, നഫ്സിന്റെ ആഗ്രഹം വന്നാൽ പിന്നെ പരിശ്രമം മുന്നോട്ട് പോകുകയും. അതിന്റെ പരിശ്രമത്തിൽ ഏറ്റവും വലിയ ത്യാഗം നമ്മുടെ നഫ്സിന്റെ ആഗ്രഹങ്ങൾ ഒഴിവാക്കുക, നഫ്സിന്റെ ആഗ്രഹങ്ങൾ മാറ്റും. നഫ്സിന് ആയിരക്കണക്കിന് ആഗ്രഹങ്ങൾ ഉണ്ടാകും, അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതിന്റെ പുറകിൽ പോയാൽ നമ്മുടെ ജീവിതം നശിക്കുകയുള്ളൂ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു കൂട്ടുകാരനെ പറ്റി നിങ്ങൾ എന്ത് പറയുന്നു? അവനെ നിങ്ങൾ പരിഗണിക്കുകയും ബഹുമാനിക്കുകയും അവന്റെ ഇഷ്ടങ്ങളെ പൂർത്തീകരിക്കുകയും ചെയ്താൽ നിങ്ങളെ കൊണ്ട് വലിയ നഷ്ടത്തിൽ, അപകടത്തിലിടും. നിങ്ങൾ ആ കൂട്ടുകാരനെ പരിഗണിക്കാതെ വിട്ടുകളഞ്ഞാൽ നിങ്ങൾക്ക് വലിയ വിജയത്തിന്റെ വഴിയിൽ കൊണ്ടുപോവുകയും ചെയ്യും. അങ്ങനത്തെ കൂട്ടുകാരനെ പറ്റി എന്ത് പറയും? പറഞ്ഞു, എത്ര മോശമാണ്. അവനെ പരിഗണിച്ചാൽ നമുക്ക് നാശത്തിലിടും, പരിഗണിച്ചില്ലെങ്കിൽ ഉയർച്ചയിലാക്കും. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു, ആ കൂട്ടുകാരൻ നിങ്ങളുടെ കൂടെയുള്ള നെസ്സാണ്, നിങ്ങളുടെ ശരീരമാണ്. ശരീരത്തെ നിങ്ങൾ പരിഗണിച്ചാൽ, ശരീരത്തിന്റെ സുഖങ്ങളെ നോക്കിയാൽ അത് നിങ്ങൾക്ക് വലിയ നഷ്ടത്തിന് കാരണമായി, നിങ്ങളെ കൊണ്ട് വലിയ അപകടത്തിലെത്തി. സഹാബാക്കൾ അവരെ നഫ്സുകളെ കാലിൽ ചുവടിൽ ചവിട്ടി താത്തി. സ്വർഗത്തിലേക്ക് എത്താൻ ഏറ്റവും എളുപ്പം അവന്റെ ശാരീരികമായ നഫ്സാനിയായ ഇച്ഛകളെ അവൻ പിടിച്ചു നിർത്തേണ്ടി വരും.
അത് മരണം വരെ വന്നുകൊണ്ടിരിക്കും. മനുഷ്യന്റെ പ്രത്യേകതയാണ്. അതിന് പിടിച്ചു നിർത്തേണ്ടി വരും. അതിനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കും. അതിനെ പൂർത്തീകരിക്കാൻ പുറകിൽ നടന്നാൽ ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കില്ല. ആഗ്രഹങ്ങൾ പൂർത്തിയാക്കിയാൽ ഉത്തരവാദിത്തം പൂർത്തീകരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഉമ്മത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷണം നമ്മൾ നഫ്സിന്റെ പുറകിലാണ് ചെയ്യുന്നത്. ഉത്തരവാദിത്തങ്ങൾ വിട്ടുകളഞ്ഞു നഫ്സിന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ ഓട്ടത്തിലാണ് അള്ളാഹുവിന്റെ പരീക്ഷണം വരുന്നത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു, യസീദിന്റെ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾക്ക് ധാരാളം അപകടങ്ങൾ, നഷ്ടങ്ങളുണ്ടായി. 1800 ചിലരും സഹാബാക്കളെ കൊല ചെയ്യപ്പെട്ടു. അക്രമം നിറഞ്ഞ ഭരണമായിരുന്നു യസീദിന്റെ ഭരണകാലഘട്ടത്തിൽ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല സഹാബാക്കളെ കുറിച്ച് പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും യസീദ് മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നല്ലൊരു ഭരണാധികാരിയെ കിട്ടും. യസീദ് അവസാനിച്ചാൽ പിന്നെ നല്ലൊരു ഭരണാധികാരിയെ കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ നിങ്ങൾ തെറ്റ് സംഭവിച്ചു. നിങ്ങളുടെ നഫ്സാനിയായ ജീവിതത്തിൽ നിങ്ങൾ മാറി എങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് നല്ല ഭരണാധികാരിയെ കൊണ്ടുവരും. എന്ന അവസ്ഥകൾ മോശമായത് നമ്മൾ ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കുന്നതിന് പകരം നഫ്സിന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്ന ഓട്ടത്തിലാണ്. ദീന്റെ പരിശ്രമത്തിൽ ഉയർച്ചക്കുള്ള രണ്ടാമത്തെ ചുവട് ഖുർബാനിയാണ്, ത്യാഗമാണ്. ഏറ്റവും വലിയ ത്യാഗം നഫ്സിന്റെ ആഗ്രഹങ്ങളൊക്കെ ഒഴിവാക്കുക. ഏറ്റവും വലിയ ത്യാഗം. അതുകൊണ്ട് ദീന്റെ പരിശ്രമം അല്ലാഹു നമുക്ക് നൽകിയ ഉത്തരവാദിത്തമാണ്. പൂർത്തീകരിക്കണമെങ്കിൽ ഒന്നിതിൽ പരിശ്രമം ചെയ്യുന്ന ഓരോരുത്തർക്കും പ്രതീക്ഷയുണ്ടാകണം. ദീന്റെ പരിശ്രമം പ്രതീക്ഷയോടെ ചെയ്യണം. നിരാശ ഇത് ശൈത്താന്റെ ഭാഗത്താണ്. ദീനിന്റെ വഴിയിൽ നിന്ന് ദീന്റെ പരിശ്രമം ചെയ്യുന്നതിനെ തടയാൻ ശൈത്താൻ ഉപയോഗിക്കുന്ന 2 ആയുധങ്ങൾ. 1 മായൂസി, 2 ബദ്ഗുമാനി. 1 നിരാശയിട്ടത്, 2 മറ്റുള്ളവരെ തെറ്റിദ്ധാരണ. ഇത് രണ്ടും പരിശ്രമത്തിൽ മഹ്റൂമാക്കുന്ന കാര്യമാണ്. നിരാശ കുഫ്റാണ്, കുഫ്റുമായി ബന്ധപ്പെട്ടതാണ്. അല്ലാഹു തആല കുഫ്റിനോട് ചേർത്ത് പറഞ്ഞതാണ്. നിരാശ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തിനെ നിഷേധിക്കലാണ്. അല്ലാഹു തആല ശക്തമായി തടഞ്ഞ തിന്മയാണ്. മുഅ്മിൻ ഒരിക്കലും നിരാശ ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ച് ദീന്റെ പരിശ്രമം ചെയ്യുന്ന ഒരു ഉത്തരവാദിത്തം പൂർത്തീകരിക്കാൻ ചുവടെടുത്ത് വെച്ചൊരു ദാഇ ദീന്റെ പരിശ്രമത്തിൽ ഒരു സന്ദർഭത്തിൽ നിരാശപ്പെടാൻ പാടില്ല. ശൈത്താന്റെ ഭാഗത്താണ്. എത്ര മോശമായ അവസ്ഥകളാണെങ്കിലും ദീനില്ലായ്മയാണെങ്കിലും നിരാശപ്പെടാൻ പാടില്ല. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുമായിരുന്നു, ഒരു ദാഇ ഒരിക്കലും നിരാശപ്പെടാൻ പാടില്ല. കാരണം അവസ്ഥകളെ മാറ്റുന്നവൻ അല്ലാഹു. ഒരു ദിവസത്തിന്റെ പ്രഭാതത്തിൽ ഒരു നബിയെ പരാജയപ്പെടുത്താൻ നിന്നവർ സാഹിര്യങ്ങൾ, മൂസ നബിയുടെ കാലഘട്ടത്തിൽ മൂസ നബിയെ പരാജയപ്പെടുത്താൻ വേണ്ടി മറുഭാഗത്ത് നിന്ന സാഹിര്യങ്ങൾ, മാരണക്കാർ, ഒരു ദിവസത്തിന്റെ പ്രഭാതത്തിൽ അവർ അപ്പുറത്തായിരുന്നു, നബിയുടെ എതിരായിരുന്നു, നബിയെ പരാജയപ്പെടുത്താൻ വന്നവരായിരുന്നു. പക്ഷെ ആ ദിവസത്തിന്റെ അസ്തമയത്തിൽ അവർ നബിയുടെ കൂടെ നിൽക്കുന്നവരായി മാറി. എന്ന് മാത്രമല്ല, ശക്തമായ ഫിർഔനിന്റെ ഭയപ്പെടുത്തലുകൾ കണ്ടിട്ടും ആ സമൂഹം അവരുടെ ഹൃദയത്തിൽ എത്രത്തോളം ഈമാൻ ഉറച്ചു. അവർ തിരിച്ച് ഫിർഔനോട് പറഞ്ഞത്, ഫിർഔൻ, നിനക്ക് തീരുമാനിച്ചുകൊള്ളി, ഞങ്ങൾ ഇതിന് മാറുകയില്ല. ആ ദിവസത്തിന്റെ ആരംഭത്തിൽ അവർ മുസ്ലിമീങ്ങളായിരുന്നില്ല എന്ന് മാത്രമല്ല, നബിയുടെ മുന്നിൽ നബിയെ പരാജയപ്പെടുത്താൻ വന്നവരായിരുന്നു. പക്ഷെ അതേ ദിവസത്തിന്റെ അസ്തമയം വൈകുന്നേരമായപ്പോൾ അവർ മുഅ്മിനായി എന്ന് മാത്രമല്ല, അവർ ഉറച്ചു നിൽക്കുന്ന ഈമാനുള്ളവരെ. അതുകൊണ്ട് ആരുടെയും അവസ്ഥ കണ്ട് നിരാശപ്പെടാൻ പാടില്ല. പ്രതീക്ഷയോട് ദീന്റെ പരിശ്രമിച്ചു. ഏത് അവസ്ഥയിലും പ്രതീക്ഷയുണ്ടാകും. ജമാലുദ്ദീൻ സുഹ്റവർദി റഹ്മത്തുള്ളാഹി തആല അലൈഹി, അദ്ദേഹം താർത്താലികളുടെ കാലഘട്ടം, മുസ്ലിമീങ്ങളുടെ ഇസ്ലാമിന്റെ ചരിത്രം പഠിച്ചാൽ മൗലാന അബുൽ ഹസൻ നദവി റഹ്മത്തുള്ളാഹി എഴുതുന്നുണ്ട്, 2 സന്ദർഭങ്ങൾ മുസ്ലിമീങ്ങൾക്ക് ഇനി ഒരു വിജയമുണ്ട് എന്ന് ചിന്തിക്കാൻ പറ്റാത്ത ഘട്ടമായി. ഇനി ലോകത്ത് ഇസ്ലാം ബാക്കിയാകുമെന്ന് ചിന്തിക്കാൻ പറ്റാത്ത 2 ഘട്ടങ്ങൾ. ഒന്ന്, കുരിശുയുദ്ധ സമയം. അല്ലാഹു തആല സലാഹുദ്ദീൻ അയ്യൂബിയുടെ കരങ്ങളിൽ വീണ്ടും ഇസ്ലാമിനെ മടക്കി കൊണ്ടുപോയി. 2ാമത് താർത്താലികളുടെ കാലഘട്ടം. മുസ്ലിമീങ്ങൾക്ക് ധാരാളം നഷ്ടങ്ങൾ വന്നൊരു കാലഘട്ടമാണ്. വലിയ മുസ്ലിമീങ്ങളുടെ പള്ളികളെ തകർത്തു, പള്ളികൾ മദ്യശാലകളാക്കി, ലൈബ്രറികൾ നശിപ്പിച്ചു, മുസ്ലിമീങ്ങളുടെ ദീനി ചിഹ്നങ്ങളെ നശിപ്പിച്ചു, ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളെ കൊല ചെയ്തു, രക്തമൊഴുകി, ഇസ്ലാമിക ചൈതന്യമുള്ള നാടുകൾ ഇല്ലാതാക്കി. അങ്ങനത്തെ വലിയൊരു സന്ദർഭം. മുസ്ലിമീങ്ങളെ ഇനി ഇസ്ലാം ലോകത്തില്ല എന്ന് നിരാശപ്പെടുന്നൊരു ഘട്ടം. ജമാലുദ്ദീൻ സുഹ്റവർദി റഹ്മത്തുള്ളാഹി തആല അലൈഹി, അദ്ദേഹം ചെറിയൊരു സംഘവുമായി ഇറങ്ങി. അദ്ദേഹം മനസ്സിലാക്കി ഇതിനുള്ള പരിഹാരം ഉമ്മത്തിനെ അല്ലാഹുവിലേക്കും ദീനിലേക്കും മടക്കൽ.
അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വം പൂർത്തീകരിക്കണം. അദ്ദേഹം ഇറങ്ങി ഓരോ മുസ്ലിമുകളെ കണ്ട് ദീനിന്റെ അനുഗ്രഹ ഉത്തരവാദിത്വം ഉറപ്പെടുത്തി, ദീനിലേക്ക് മടങ്ങാൻ, അള്ളാഹുലേക്ക് മടങ്ങാൻ ഉറപ്പെടുത്തി. അദ്ദേഹം ആ യാത്ര ചെയ്യുന്ന ഇടയിൽ യാദൃശ്ചികമായി താർത്താലികളുടെ നേതാവിന്റെ മകൻ വേട്ടയ്ക്ക് പോകുകയായിരുന്നു. മുന്നിൽ കൂടി ഇവരുടെ ചെറിയ സംഘം കടന്നുപോയി. വേട്ടനായയുമായി വേട്ടയ്ക്ക് പോകാൻ നിൽക്കുന്ന രാജാവിന്റെ മകൻ അതിന് മുന്നിൽ കൂടി മനുഷ്യർക്കിടയിൽ അള്ളാഹിനെ പറ്റി പറഞ്ഞു നടക്കുന്ന സംഘം യാദൃശ്ചികമായി കടന്നുപോയി. ഇവരെ കണ്ടപ്പോൾ മുസ്ലിമീങ്ങളെന്ന് മനസ്സിലായപ്പോൾ വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. ഇവരെ കൊണ്ടുവന്നു. ആ മനുഷ്യൻ ചോദിച്ചു, ഇദ്ദേഹത്തോട് ചോദിച്ചു, കളിയാക്കാൻ മുസ്ലിമീങ്ങളെന്ന് മനസ്സിലായി. മുസ്ലിമുകളെ കുറിച്ച് ഒരു വിലയുമില്ലാത്ത സമൂഹമാണ്. ആക്ഷേപിക്കാൻ വേണ്ടി ചോദിച്ചു, ഓ നിങ്ങൾക്കാണോ മഹത്വം? എന്റെ വേട്ടനായക്കാണ് ശ്രേഷ്ഠമായത്? ആരാണ് പറയുന്നത്? എന്റെ വേട്ടനായാണോ ശ്രേഷ്ഠമായത്? നിങ്ങളാണ്, മുസ്ലിമുകളെ നിങ്ങളാണ്. അദ്ദേഹം പറഞ്ഞു, അത് ഇപ്പോൾ പറയാൻ സാധിക്കും, അതിന്റെ മറുപടി ഇപ്പോൾ പറയാൻ സാധിക്കും. ഞാൻ മുസ്ലിമായിട്ട് മരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ നായയേക്കാൾ, നജസായ ജീവി നായയേക്കാൾ ഞാൻ ശ്രേഷ്ഠനാണ്. അഥവാ ഞാൻ ഈമാനില്ലാതെ ഇസ്ലാമില്ലാതെ എങ്ങനെ മരിച്ചു പോയാൽ എന്നേക്കാൾ ശ്രേഷ്ഠം ഈ നായ തന്നെയാണ്. അദ്ദേഹത്തിന്റെ വാക്ക് മനുഷ്യന്റെ ഹൃദയത്തിൽ കൊണ്ടു. മനുഷ്യൻ വിളിച്ചു, സംസാരിച്ചു, ഇസ്ലാമിനെ പരിചയപ്പെടുത്തി. ഹൃദയം അപ്പോൾ തന്നെ ഇസ്ലാമിലേക്ക് അടുത്തു. പറഞ്ഞു, നിങ്ങളിവിടെ ഇവരിവിടെ താമസിപ്പിക്കും, ഞാൻ മടങ്ങി വന്നാൽ ഇവരെന്നെ അടുക്കൽ കൊണ്ടുവരണം. വേട്ട കഴിഞ്ഞ് മടങ്ങി വന്നു, കൊണ്ടുവന്നു, ഇസ്ലാമിനെ പരിചയപ്പെടുത്തി. അദ്ദേഹം മുസ്ലിമായി ഇസ്ലാമിനെ മറച്ചു വെച്ചു. പറഞ്ഞു, എൻ്റെ വാപ്പയുടെ ഭരണ കാലഘട്ടം കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഇസ്ലാമിനെ പരസ്യപ്പെടുത്തും. അദ്ദേഹത്തിന് പ്രായമായി. അദ്ദേഹത്തിൻ്റെ മകനെ, ഷെയ്ഖ് ജമാലുദ്ദീൻ്റെ മകനെ ഈ വസിയത്ത് ഇക്കാര്യം ഉറപ്പെടുത്തി. ഞാൻ മരിച്ചു പോയാലും താഴ്ത്താനിയുടെ മകൻ ഭരണത്തിൽ വന്നാൽ മകനെ പോയി നീ ഉറപ്പെടുത്തണം, ഞാനുമായുള്ള കരാറിനെ. അദ്ദേഹം മരണപ്പെട്ടു. മകൻ വന്നു. അദ്ദേഹത്തിന്റെ മകൻ ഭരണം കിട്ടിക്കഴിഞ്ഞപ്പോൾ വാപ്പയുടെ കരാറിനെ ഉറപ്പെടുത്തി. അദ്ദേഹം ഇസ്ലാമിനെ രാജ്യത്തെ പരസ്യപ്പെടുത്തി. രാജ്യം മുഴുവൻ ഇസ്ലാമിലേക്ക് വന്നു. ആരായിരുന്നു? ആരായിരുന്നു? വിഗ്രഹാരാധകർ, വിഗ്രഹത്തെ പൂജിക്കുന്നവർ കഅബയുടെ സംരക്ഷകരായി മാറി, മുഹദ്ദിസീങ്ങളായി മാറി, ഇമാമിങ്ങളായി മാറി, വലിയ വലിയ മുജാഹിദീങ്ങളായി മാറി. ആരായിരുന്നു അവർ? ഇസ്ലാമിന് വലിയ നഷ്ടങ്ങൾ വരുത്തിയവർ. ദീന്റെ പരിശ്രമിക്കുന്ന ദാഇ ഒരവസ്ഥയിലും നിരാശപ്പെടാൻ പാടില്ല. എത്ര പ്രതികൂലമായ അവസ്ഥയിലും, എണ്ണം എത്ര കുറവാണെങ്കിലും, നാടെത്ര പ്രതികൂലമാണെങ്കിലും ഒരവസ്ഥയിലും ദാഇ നിരാശപ്പെടാൻ പാടില്ല. കാരണം ഹിദായത്തിന്റെ വഴികൾ അല്ലാഹുവാണ് തുറക്കുന്നത്. ഹിദായത്ത് ആഗ്രഹിക്കാതെ ഇസ്ലാമിന് വിരണ്ടോടിയ ഇഖീമ റളിയല്ലാഹു തആല അൻഹു അല്ലാഹു ഇസ്ലാമിൽ കൊണ്ടുവന്നു. ഇത് മാത്രമല്ല, അദ്ദേഹം മരിച്ചത് ഷഹീദായിട്ടാണ്. ആരായിരുന്നു? ഈ ഫിർഔന ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഫിർഔൻ എന്ന നബി തങ്ങൾ പറഞ്ഞ അബൂജഹലിന്റെ മകൻ. ഇസ്ലാമിനെ വിട്ടിട്ട് മക്ക വിട്ട് ഓടിയ മനുഷ്യനാണ്. അള്ളാഹ് തിരിച്ച് ഇസ്ലാമിൽ കൊണ്ടുവന്നു. ഇത് മാത്രമല്ല, സഹാബിയായി മരിച്ചു, ഷഹീദായി. ഒരവസ്ഥയിൽ നിരാശപ്പെടാൻ പാടില്ല. ഏത് പ്രതികൂല അവസ്ഥയിലും ദാഇ പ്രതീക്ഷയുള്ളവനായി. ഹിദായത്തിന്റെ വാതിൽ അള്ളാഹുവാണ് തുറക്കുന്നത്. അള്ളാഹു ആർക്കെല്ലാം ഹിദായത്തിന്റെ വാതിൽ തുറക്കും അറിയുകയില്ല. മക്ക ഫതഹിന്റെ രാത്രി സഹാബാക്കൾ ഹറമിൽ, പരിശുദ്ധമായ ഹറമിൽ തവാഫിലും അവർ അമലുകളിൽ കഴിഞ്ഞുകൂടും. ഈ സമയത്ത് അബൂ സുഫിയാനും ഹിന്ദു, ഇസ്ലാമിന്റെ കടുത്ത രണ്ട് ശത്രുക്കൾ, ഭാര്യയും നിബിതങ്ങളോട് ഇസ്ലാമിന്റെ ശത്രുത, ഭർത്താവിനും ഇസ്ലാമിന്റെ ശത്രുത, രണ്ടുപേരും രാത്രി വീടിനുള്ളിൽ രഹസ്യമായി സംസാരിക്കുകയാണ്. ഹിന്ദു ചോദിച്ചു അബൂ സുഫിയാൻ ഭർത്താവിനോട്, എന്റെ മനസ്സിൽ തോന്നുന്നു ഈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം സത്യസന്ധനായ നബിയാണ്, ഈ പ്രവാചകൻ എന്റെ മനസ്സ് പറയുന്നു. പരസ്പരം ഭാര്യയും ഭർത്താവും മാത്രം സംസാരിക്കുകയാണ്. അബൂ സുഫിയാൻ പറഞ്ഞു, എന്റെ മനസ്സിലും തോന്നുന്നു. രണ്ടുപേരും പരസ്പരം സംസാരിച്ചു. പിറ്റേ ദിവസം നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സുഫിയാനെ കണ്ടു. അബൂ സുഫിയാൻ, ഇന്നലത്തെ രാത്രി ഇതിന്റെ ഭാര്യയുമായി ഇന്ന കാര്യങ്ങൾ സംസാരിച്ചില്ല. സുഫിയാൻ പിന്നെ അടുത്ത വാക്കൊന്നും പറഞ്ഞില്ല. അവിടെ വെച്ച് പരിശുദ്ധ കിരിമൽ ചെയ്തു. അള്ളാഹ് ഹിദായത്തിന്റെ വാതിൽ തുറന്നു. അള്ളാഹുവിന്റെ കീഴിലാണ് എല്ലാത്തിനെയും കുതിരത്തുള്ളവർ. അതുകൊണ്ട് ദാഇ ദീന്റെ പരിശ്രമം ചെയ്യുന്നത് ദാഇ ഒരവസ്ഥയിലും നിരാശപ്പെടാൻ പാടില്ല. വാതിലുകൾ അള്ളാഹു തആല തുറന്നു. മൗലാന പറയാറുണ്ട്, ഇത് അള്ളാഹു തആല ഏതെങ്കിലും ഹിക്മത്തിന്റെ പേരിൽ ഒരു വാതിൽ അടച്ചാൽ അള്ളാഹുവിന്റെ കുതിരത്തും രണ്ട് വാതിൽ അള്ളാഹ് തുറക്കും. അള്ളാഹ് ഹിക്മത്തിന്റെ പേരിൽ ഒരു വാതിൽ അടയ്ക്കും. പക്ഷെ അള്ളാഹു തആല കുതിരത്ത് അതിനേക്കാൾ വലുതാണ്. അള്ളാഹുവിന് പകരം രണ്ട് വാതിൽ അള്ളാഹു തുറക്കും. പക്ഷെ എപ്പോഴാണ്? ഇതിന്റെ പരിശ്രമത്തിൽ നാം ഉറച്ച ഉത്തരവാദിത്വം പൂർത്തീകരിക്കണം. ഇസ്തിഖാമത്തോടെ ഉറച്ചു നിൽക്കണം. നമ്മുടെ ത്യാഗത്തിന്റെ അളവിനെ പൂർത്തീകരിക്കണം. ത്യാഗത്തിന്റെ അളവിനെ പൂർത്തീകരിച്ചാൽ
അള്ളാഹു വാതിൽ തുറക്കും. ആകാശത്തിൽ കൂടി യാത്ര ചെയ്യുന്ന ജിന്നുകൾക്ക് അള്ളാഹു ഹിദായത്ത് കൊടുത്തു. ഹസ്രത്ത് ജീസസ് റഹ്മത്തുള്ളാഹി പറയുമായിരുന്നു, സഹാബാക്കൾ അവരുടെ ത്യാഗത്തിന്റെ അളവിനെ പൂർത്തീകരിച്ചപ്പോൾ അള്ളാഹു തആല ആകാശത്തിൽ കൂടി യാത്ര ചെയ്യുന്ന ജിന്നുകൾക്ക് അള്ളാഹു തആല ഹിദായത്ത് കൊടുത്തു. ഭൂമിയിലില്ല. ഇതേപോലെ സഹാബാക്കൾ ത്യാഗത്തിന്റെ അളവിനെ പൂർത്തീകരിച്ചതുപോലെ ഉമ്മത്ത് ഇന്നും ത്യാഗത്തിന്റെ അളവിനെ പൂർത്തീകരിച്ചാൽ അള്ളാഹു തആല ആകാശ ലോകത്തെ ഹിദായത്തിന്റെ വാതിൽ തുറക്കും. കുഫ്രിന്റെ വലിയ കോട്ടകൾക്കുള്ളിൽ, ഷിർക്കിന്റെയും കുഫ്രിന്റെയും ബാത്തിലിന്റെയും ശക്തികൾക്കുള്ളിൽ അവർക്കുള്ളിൽ അല്ലാഹു ഹിദായത്തിന്റെ വാതിൽ തുറക്കും. അല്ലാഹു കഴിവുള്ളവനാണ്. എപ്പോഴാണ് നമ്മൾ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം പൂർത്തീകരിക്കുക, നമ്മൾ ഏൽപ്പിക്കപ്പെട്ട ത്യാഗത്തിന്റെ അളവിനെ പൂർത്തീകരിക്കണം. ദീന്റെ പരിശ്രമത്തിൽ ദായിക്ക് ആവശ്യമുള്ള കാര്യമാണ് പ്രതീക്ഷ ഉണ്ടാകണം, അസീമത്ത് ഉണ്ടാകണം, ഹിമ്മത്ത് ഉണ്ടാകണം. ദുആ ചെയ്യും, അല്ലാഹുമ്മ നസ്അലുക ഇസ്തിബാത ഫിൽ അംർ വൽ അസീമത അല റുഷ്ദ്. അല്ലാഹു, നിന്നോട് ഞാൻ നന്മയിൽ ഖൈറായ കാര്യത്തിലുള്ള ഉറച്ചു നിൽക്കലിനെ ചോദിക്കുന്നു. വൽ അസീമത അല റുഷ്ദ്, സന്മാർഗത്തിലുള്ള അസീമത്തിനെ, ഹിമ്മത്ത്. ഹിമ്മത്ത് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം തീരുമാനിച്ചാൽ എന്ത് സംഭവിച്ചാലും അത് പൂർത്തീകരിക്കുമ്പോൾ തീരുമാനം. വരാനുള്ളത് വരട്ടെ, നടക്കാനുള്ളത് നടക്കട്ടെ, ഞാൻ എടുത്തു വെച്ച് ചുവടിന് പുറകിലേക്ക്. സഹാബാക്കൾ ദീന്റെ വഴിയിൽ ജിഹാദിന് പുറപ്പെടുമ്പോൾ സഹാബാക്കൾ പറയുമായിരുന്നു, ഞങ്ങൾ കുഴികൾ കുഴിച്ച് കുഴിയിൽ ഇറങ്ങുന്ന ജിഹാദ് ചെയ്യുമായിരുന്നു. എന്തുകൊണ്ട്? പുറകിലേക്ക് ഓടാതിരിക്കാൻ വേണ്ടി. മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ, പുറകിലേക്ക്. അത്രയും ഹിമ്പത്തുള്ള സഹാബാക്കൾ ലോകത്ത് വിപ്ലവങ്ങൾ സൃഷ്ടിച്ചു, അവരുടെ ബാഹ്യമായ കഴിവ് കൊണ്ടല്ല. ഒരു കിതാബുണ്ട്, യതീമീങ്ങൾ ഒരു ലോകത്തിന്റെ ചരിത്രം മാറ്റിമറിച്ചു. യതീമീങ്ങളായിരുന്നു അവരുടെ അസീമത്താണ്. ചരിത്രം തന്നെ മാറ്റിമറിച്ചു, ചരിത്രം തന്നെ സൃഷ്ടിക്കപ്പെട്ടു, പുതിയൊരു ചരിത്രം സൃഷ്ടിച്ചു. ആരാണ്? യതീമീങ്ങൾ. ഇതുകൊണ്ടാണ് അവരുടെ അസീമത്താണ്, അവരുടെ ഹിമ്മത്താണ്. ദീന്റെ പരിശ്രമത്തിൽ ഒരു ദായി എപ്പോഴും അസീമത്തുള്ളവനായിരിക്കും. പ്രതിസന്ധികളും പ്രതികൂലമായ അവസ്ഥകളും ഭയപ്പെടാൻ പാടില്ല. അസീമത്തുള്ളവൻ, ഹിമ്മത്തുള്ളവൻ. അതിന്റെ നേരെ വിപരീതമാണ് മടി എന്നുള്ളത്, അലസത. ദായിക്കുണ്ടാകാൻ പാടില്ല. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ കാവൽ ചോദിക്കുന്നു, റബ്ബി അഊദു ബിക മിനൽ കസ്രി വസൂഇൽ കിബർ. നബിതങ്ങൾ കാവൽ ചോദിക്കുമായിരുന്നു, റബ്ബി അഊദു ബിക മിനൽ കസ്രി വസൂഇൽ കിബർ. അല്ലാഹു, നിന്നോട് ഞാൻ മടിയിൽ നിന്നും കാവൽ ചോദിക്കും. നമ്മുടെ മഹാന്മാർ പറയുന്നത്, 3 വിഭാഗം ദീന്റെ പരിശ്രമം ചെയ്യുന്നവർ എത്ര പരിശ്രമിച്ചാലും ഉയർച്ച ഉണ്ടാവുകയില്ല. സുസ്തി വാലെ, ഇതിലൊന്ന് മടിയന്മാർ. അഗ്റാസ് വാലെ, ഭൗതിക ലക്ഷ്യത്തിന് ദീന്റെ പരിശ്രമം ചെയ്യുന്നവർ. ഷുഹ്റത്ത് വാലെ, പ്രസിദ്ധിക്ക് വേണ്ടി ദീന്റെ പരിശ്രമം ചെയ്യുന്നവർ. ദീന്റെ പരിശ്രമത്തിൽ മടി നമ്മളെ നഷ്ടത്തില്ല. അൽ കസ്രി വിസാദത്തു ശൈത്വാൻ. മടി അത് പിശാചിന്റെ തലയണയാണ്. അവന് വിശ്രമിക്കാം, പിന്നെ ഈ പണിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, മടി ബാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് ദീന്റെ പരിശ്രമത്തിൽ മടിയന്മാർക്ക് ഒന്നും നേടാൻ സാധിക്കുകയില്ല. ദീന്റെ പരിശ്രമത്തിൽ മടിയന്മാർക്കൊന്നും നേടാൻ സാധിക്കുകയില്ല. അസീമത്തോടെ ദീന്റെ പരിശ്രമം ചെയ്യണം, ഹിമ്മത്തോടെ ദീന്റെ പരിശ്രമം ചെയ്യണം. ഇത് ഉത്തരവാദിത്തമാണ്. ദീന്റെ പരിശ്രമം ചെയ്യുന്നത് കാം സമജ് കർ കർണ, പരിശ്രമം മനസ്സിലാക്കി. എന്തിനായി പരിശ്രമം ചെയ്യുന്നത്? നമ്മൾ അല്ലാഹു എന്ത് ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചത്? ആൾ അല്ലാഹുവിന് മുന്നിൽ മറുപടി പറയേണ്ടതാണ്. ആളെ ഹൗദുൽ കൗസർ നബിതങ്ങളെ കണ്ടുമുട്ടേണ്ടതാണ്. ഇത് ഉത്തരവാദിത്തമാണ്. ദീനിന്റെ പരിശ്രമം നമ്മുടെ കയ്യിൽ നൽകിയിരിക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ്. സഹാബാക്കൾ ദീന്റെ പരിശ്രമത്തെ ഉത്തരവാദിത്തമായി മനസ്സിലാക്കി. പരസ്പരം സഹാബാക്കൾ കണ്ടുമുട്ടുമ്പോൾ സലാം പറഞ്ഞു കഴിഞ്ഞാൽ സൂറത്തുൽ അസ്ർ പാരായണം ചെയ്യുമായിരുന്നു. ചെറിയൊരു സൂറത്താണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറയുമായിരുന്നു, ഖുർആനിൽ ഈ ഒരൊറ്റ സൂറത്ത് മാത്രമേ ഉള്ളൂ, അതനുസരിച്ച് അമൽ ചെയ്താൽ മനുഷ്യന് വിജയിക്കാൻ മതിയായില്ല. ധാരാളം സൂറത്തുകൾ ആവശ്യം. സൂറത്തുൽ അസ്ർ സഹാബാക്കൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ പരസ്പരം പാരായണം ചെയ്യുമായിരുന്നു. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. പരസ്പരം ദീന്റെ പരിശ്രമം, നന്മ ഉപദേശിക്കൽ, നന്മയിൽ മറ്റുള്ളവരെ പങ്കെടുപ്പിക്കൽ, പ്രേരിപ്പിക്കൽ ഉത്തരവാദിത്തമാണ്. മുഅ്മിനൂന വൽ മുഅ്മിനാതു ബഅ്ദുഹും ഔലിയാഉ ബഅദ് യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. മുഅ്മിനീങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഒരാളുടെ ഈമാനിനെ നിഫാഖിനെ വേർതിരിക്കുന്ന ജോലിയാണ് നന്മ കൽപ്പിക്കുക. സ്വന്തം ഈമാൻ അളക്കാൻ അളവുപോലെ. അവിടെ ദീന്റെ പരിശ്രമം ഇത് നമ്മൾ ചെയ്യുന്ന ഔദാര്യമല്ല, പ്രതിഫലത്തിന് വേണ്ടി മാത്രമുള്ളതല്ല. നമ്മൾ ഏൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്തം പൂർത്തീകരിക്കാൻ അല്ലാഹുവിന് മറുപടി പറയേണ്ടത്. റഹ്മത്തുള്ളാഹി തആല കരയുമായിരുന്നു.
അധികമായി കരയുമ്പോൾ ചോദിക്കും, എന്തിനാ നിങ്ങൾ കരയുന്നത്? ജനങ്ങൾ പറയുന്നു, ഉമ്മത്തിൽപ്പെട്ട ഓരോരുത്തരും പറയുന്നു, കച്ചവടം എൻ്റെ ഉത്തരവാദിത്തമാണ്, വീടെൻ്റെ ഉത്തരവാദിത്തമാണ്, മക്കൾ എൻ്റെ ഉത്തരവാദിത്തമാണ്. പക്ഷെ ആരും ദീനിന്റെ പരിശ്രമ ഉത്തരവാദിത്തമായി മനസ്സിലാക്കുന്നില്ല. ദീന്റെ പരിശ്രമ ഉത്തരവാദിത്തമാണ്. ഉമ്മത്തിൽ ദീന്റെ പരിശ്രമം നമ്മൾ ഓരോരുത്തരും ഉത്തരവാദിത്ത ഭാരം, വലിയ ഭാരമുള്ളവരാണ്. കാരണം ഉമ്മത്തിൽ ഇർത്തിദാദ് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പറയുമായിരുന്നു, ഇർത്തിദാദ് അത് 3 നിലയാണ്. ഒന്ന് ഇഅ്തിഖാദി, വിശ്വാസപരമായി, അത് ഉമ്മത്തിൽ വ്യാപകമായി കഴിഞ്ഞു. 2 അമലി ഇർത്തിദാദ്, പ്രവർത്തനപരമായ ഇർത്തിദാദ്. 3 ഖൗലി ഇർത്തിദാദ്, വാക്കുകൊണ്ടുള്ള ഇർത്തിദാദ്. ഇനി അത് മാത്രമേ ബാക്കിയുള്ളൂ. ഹസ്രത്ത് ജീസസ് റഹ്മത്തുള്ളാഹി അന്ന് പറയുമായിരുന്നു, 2 ഇർത്തിദാദ് ഉമ്മത്തിൽ വ്യാപകമായി കഴിഞ്ഞു, ഇനി പരസ്യമായി നാവ് കൊണ്ട് പറയാനേ ബാക്കി. ഇർത്തിദാദിന്റെ വക്കീലാണ് ഉമ്മത്ത്. നബി റഹ്മത്ത് പറയുമായിരുന്നു, ശിർക്ക് കുഫ്ർ എന്ന വാക്കിന് ശേഷം ഒരു മുഅ്മിന്റെ ശരീരത്തിലെ രോമത്തെ എണീപ്പിക്കുന്ന വാക്കാണ് റിദ്ദത്ത് എന്നുള്ളത്. ഇർത്തിദാദ്, ഇസ്ലാമിന് പുറത്തേക്ക് പോവുക, ഈമാൻ നഷ്ടപ്പെട്ട് പുറത്തേക്ക് പോവുക. ഉമ്മത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. നാം എത്ര വലിയ ഉത്തരവാദിത്തമുള്ളവരാണ്. പറയുന്ന നബി റഹ്മത്തുള്ളാഹി കിതാബ് ഇതിന് റിദ്ദത്തുൻ ലാ അബൂബക്കർ ലഹാ, റിദ്ദത്ത് ഇർത്തിദാദ്, പക്ഷേ അതിന്റെ വാതിൽ അടയ്ക്കാൻ അബൂബക്കറിനെ പോലെയുള്ളവർ ഉമ്മത്തിൽ ഇല്ലാതെ പോയി. വലിയ ഇർത്തിദാദിന്റെ വാതിൽ തുറന്നപ്പോൾ അതിനെ അടച്ചത് അബൂബക്കർ റളിയല്ലാഹു അൻഹു. അതുപോലെ ഉമ്മത്തിൽ നിന്ന് അബൂബക്കറിനെ പോലെയുള്ളവർ ഇല്ലാതെ പോയി. ഉമ്മത്തിന്റെ ഏറ്റവും വലിയ നഷ്ടമത. ഉത്തരവാദിത്വം സഹാബാക്കൾ ഏറ്റെടുത്തതുപോലെ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പോലെ ഉമ്മത്തിന്റെ വലിയ 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 വിടവുകൾ നികത്താൻ പറ്റുന്ന യോഗ്യരാകുന്ന ഇല്ലാതായി. നമ്മുടെ അലസ്, നമ്മുടെ മടിയാണ്. ഉമർ റളിയല്ലാഹു അൻഹു സഹാബാക്കൾ കൂട്ടുകാരികൾ സദസ്സിൽ വെച്ച് പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ഇഷ്ടങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറയും. ഓരോരുത്തരും അവരുടെ നല്ല ദീനിയായ ആഗ്രഹങ്ങൾ പറഞ്ഞു. ഇരിക്കുന്ന ഈ മുറി നിറയെ ദീനാറുകൾ ഉണ്ടായിരുന്നെങ്കിൽ ദീന്റെ വഴി ചെലവഴിക്കാമായിരുന്നു. പല പല നന്മയായ ആഗ്രഹങ്ങൾ പറഞ്ഞു. ഉമർ റളിയല്ലാഹു പറഞ്ഞു, വലകിന്നി അതമന്ന, എങ്കിൽ നിങ്ങളുടെ ആഗ്രഹം ഇതാണെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് മുആദ് ബിൻ ജബലിനെ പോലെ, സാലിം മൗല അബി ഹുദൈഫയെ പോലെ, ഉബൈദ് ബിൻ ജറാഹിനെ പോലെ സഹാബാക്കളെ വ്യക്തികളെ കിട്ടിയിരുന്നെങ്കിൽ അവരെ കൊണ്ട് ദീനിനെ നിലനിർത്താൻ സാധിക്കുമായിരുന്നു. ഇന്നും ഉമ്മത്തിൽ ആവശ്യം മുആദ് ബിൻ ജബലിനെ പോലെ. 18-ാമത്തെ വയസ്സിൽ മുസ്ലിമായ സഹാബി 33-ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു. ചെറിയ വർഷം കൊണ്ട് എത്ര വലിയ വിപ്ലവം അദ്ദേഹം സൃഷ്ടിച്ചു. നബി തങ്ങൾ പറഞ്ഞു, അഅലമു ബി ഉമ്മത്തി മുആദ് ബിൻ ജബൽ, എന്റെ ഉമ്മത്തിൽ ഏറ്റവും അറിവുള്ള വ്യക്തി മുആദാൻ. ഉമർ റളിയല്ലാഹു പറഞ്ഞു, മുആദ് ഉണ്ടായിരുന്നെങ്കിൽ 3-ാമത്തെ ഖലീഫ ഞാൻ മുആദിനെ ആക്കുമായിരുന്നു. എത്ര വലിയ സ്ഥാനത്തേക്ക് എത്തി. ജീവിതം ദീനിന് വേണ്ടി അർപ്പണം ചെയ്തു. ഒരു ദിവസം തന്നെ രണ്ട് ഭാര്യമാർ അല്ലാഹുവിലേക്ക് യാത്രയായി. മക്കൾ സ്വന്തം കയ്യിൽ നിന്ന് വിട പറഞ്ഞു. അവസാനം അദ്ദേഹം രോഗിയായി. അദ്ദേഹവും ഷാമിൽ വെച്ച് അദ്ദേഹം അല്ലാഹുവിലേക്ക് യാത്രയായി. പല പല നാടുകൾ യാത്ര ചെയ്തു. ആ നാടുകളെല്ലാം അത് ഫതഹാക്കി അല്ലാഹുവിലേക്ക്. ചെറിയ പ്രായത്തിൽ 33-ാമത്തെ വയസ്സിൽ അല്ലാഹുവിലേക്ക് യാത്രയായി. റിദ്ദത്തിന്റെ വാതിൽ ഓരോ സ്ഥലത്ത് തുറന്നുകൊണ്ടിരിക്കുക. ഇതിനെ അടയ്ക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ദീന്റെ പരിശ്രമം നമ്മൾ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? സമझ कर करना है. ഉത്തരവാദിത്തം മനസ്സിലാക്കി ചെയ്യും. വെറുതെ ഒരു പ്രതിഫലം കിട്ടാനുള്ള പരിശ്രമം, വെറുതെ നാം പരിശ്രമത്തിൽ ഉണ്ട് എന്ന് കാണിക്കാനുള്ളതല്ല. അല്ലാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തം പൂർത്തീകരിക്കാൻ ചുവടെടുത്ത് വെച്ചവരാണ്. നാളെ അല്ലാഹുവിന് മറുപടി പറയേണ്ടവരാണ്. നമുക്ക് സ്വർഗത്തിൽ മാത്രം പോയാൽ പറയാം, നബിതങ്ങളെ കൂടെ സ്വർഗത്തിൽ പോകേണ്ടവരാണ്. ഹൗദുൽ കൗസ് നബിതങ്ങളെ കണ്ടുമുട്ടാനുള്ളവരാണ്. അതിന് ഉത്തരവാദിത്തം പൂർത്തീകരിക്കും. നമ്മൾ ഇന്ന് ഗഫ്ലത്തിലാണ്. ദാഇയുടെ ഗഫ്ലത്ത് മരണമാണ്. വലാ തകും മിനൽ ഗാഫിലീൻ, നബിയോട് അല്ലാഹു കൽ വലാ തകും മിനൽ ഗാഫിലീൻ, നബി താങ്കൾ ഒരിക്കലും ഗഫ്ലത്തിലാകരുത്. താങ്കൾ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട വ്യക്തിയാണ്. താങ്കൾ ഗഫ്ലത്തിലായാൽ ഉമ്മത്തിന് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകും. നബിയോടുള്ള വാക്കാണെങ്കിലും ഓരോ ദാഇയോടാണ്. വലാ തകും മിനൽ ഗാഫിലീൻ, ഒരു ദാഇ ഒരിക്കലും ഗഫ്ലത്തിലാകാൻ പാടില്ല. വലിയ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട വ്യക്തികളാണ് നമ്മൾ. നമ്മുടെ ജീവിതത്തിൽ വലിയ ഗഫ്ലത്തിലാണ്. ഉമ്മത്ത് ഇർതിദാദിന്റെ വക്കീൽ. ദിവസേന മനുഷ്യർ മുർത്തദ്ദായിക്കൊണ്ടിരിക്കുന്നു, കുഫ്രിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, ബാത്തിലോകത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ വീട്ടിലും ഓരോ യുവാക്കളും യുവതികളും പ്രവേശിക്കുകയും വലിയ അശ്രദ്ധയിലാണ്, അലസതയിലാണ്. നമ്മുടെ എത്രയോ സമയങ്ങൾ പഴയിക്കൊണ്ടിരിക്കുക. പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ സമയം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കും. അനാവശ്യമായ കാര്യങ്ങൾ, പ്രയോജനമില്ലാത്ത കാര്യങ്ങളിൽ ദീന്റെ പരിശ്രമിക്കുന്ന ദാഇ എങ്ങനെ സാധിക്കും? അതുകൊണ്ട് കുഫ്രിന്റെ ബാത്തിലിന്റെ വാതിൽ അടയ്ക്കേണ്ടവരാണ് നമ്മൾ. തുറക്കപ്പെട്ട മുഴുവൻ ഇർതിദാദിന്റെ വാതിൽ അടയ്ക്കേണ്ടവരാണ്. നമ്മളെ കൊണ്ട് സാധിക്കും. അല്ലാഹു അതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നമ്മൾ ഓരോരുത്തരും അല്ലാഹു തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നമ്മൾ ധാരാളം സലാഹിയത്തുള്ള അല്ലാഹു നൽകി.
അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമുക്ക് അള്ളാഹു നൽകിയ മുഴുവൻ സലാഹിത്തിനും ദീന്റെ പേരിൽ അർപ്പണം ചെയ്താൽ അള്ളാഹു വലിയ വഴികൾ തുറക്കും, അള്ളാഹു വലിയ ഉയർച്ച നൽകും. നമ്മൾ ആഗ്രഹിക്കും, അള്ളാഹു നമ്മളെ തിരഞ്ഞെടുത്തവരാണ്, നീ മുന്നോട്ട് പോകണം. നമ്മൾ വച്ച ചൂടൊരിക്കലും പുറകിലേക്കില്ല, മുന്നോട്ട് പോകണം. അതിന് നമ്മൾ അർപ്പണം ചെയ്യാൻ തയ്യാറാകണം. ഇൻഷാ അല്ലാഹ്